الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിൻ്റെ ഇൽമിൻ്റെ പേരിലുള്ള നമ്മളുടെ ഈ സദസ്സിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള നമ്മളുടെ ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മോമിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധ റമദാനിലാണ്. ഇത് നോമ്പെടുക്കേണ്ട മാസമാണ്. ഇത് തറാവീഹ് നമസ്കരിക്കേണ്ട മാസമാണ്. നോമ്പും തറാവീഹും കൊണ്ട് മാത്രം മതിയാക്കാതെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അള്ളാഹുവിനെ അധികമായി ദിക്ർ ചെയ്യേണ്ട മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തും ഇത്തിബാവും പൂർണ്ണമാകാനായി തങ്ങളുടെ മേൽ അധികമായി സലാത്ത് പറയേണ്ട മാസമാണ്. ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. തൗബ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഇങ്ങനെ ഒരുപാട് അമലുകളുടെ പട്ടിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വലിയ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞു തരികയും നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്ത അസുലഭമായ ഒരു സമയമാണിത്, സന്ദർഭമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘമായ ഹദീസിൽ റമദാനിൻ്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചിട്ട് എണ്ണി ഓരോന്നും പറയുന്ന കൂട്ടത്തിൽ ഇത് ക്ഷമയുടെ മാസമാണ് എന്ന് അരുൾ ചെയ്തു. ഇത് ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കേണ്ട മാസമാണ്. ക്ഷമ പഠിക്കേണ്ട മാസമാണ്. ക്ഷമ ശീലിക്കേണ്ട മാസമാണ്. നിസ്കാരവും മറ്റ് അമലുകളുമൊക്കെ നമ്മൾ പഠിച്ച് അമൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് പരിശീലിച്ച് പ്രാവർത്തികമാക്കേണ്ട ഒരു വിശേഷണമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ് സബർ, ക്ഷമ എന്ന് പറയുന്നത്. അതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വചനത്തിൽ ഷഹ്റുൽ മുവാസാത്ത് ആണെന്ന് പറഞ്ഞു. ഷഹ്റുൽ മുവാസാത്ത്, സാധുക്കളോട് സഹതാപം കാണിക്കേണ്ട മാസമാണ്. മറ്റുള്ളവരെ പരിഗണിക്കേണ്ട മാസമാണ്. മറ്റുള്ളവരുടെ വേദനകളെയും വിഷമങ്ങളെയും തിരിച്ചറിയേണ്ട മാസമാണ്. ഒരർത്ഥത്തിൽ മറ്റുള്ള ആളുകളുടെ പട്ടിണിയും വിഷമവും പ്രാരാബ്ധവും ദാരിദ്ര്യവും ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ്
അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് അല്ലാഹു തആല നമ്മോട് 30 ദിവസക്കാലം പകലിൽ പട്ടിണി ഇരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അഥവാ പരിശുദ്ധ റമദാനിൽ നമ്മൾ മേൽപ്പറഞ്ഞ എല്ലാ അമലുകളും ശീലിക്കുന്നത് പോലെ റമദാനിൻ്റെ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരിശീലന മുറയാണ് മറ്റുള്ളവരോട് സഹതാപം വർദ്ധിപ്പിക്കുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാനുള്ള സന്മനസ്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. സദഖ സക്കാത്തുകൾ വർദ്ധിപ്പിക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അത് നിവർത്തിച്ചു കൊടുക്കാനുള്ള സന്മനസ്സ് നമുക്കുണ്ടാകണം. അതിൽ ആരുടെയും അംഗീകാരമോ അപ്ലാസോ പുകഴ്ത്തലോ പ്രശംസയോ ഒന്നും ആഗ്രഹിക്കാതെ ഇഖ്ലാസോടുകൂടി മുന്നിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും. അതൊരു വിശേഷണമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെയും സ്വർഗത്തിൻ്റെ നിഅമത്തുകളെയും സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആ സ്വർഗത്തിൻ്റെ നിഅമത്തുകൾ ആർക്കാണ് നൽകുക എന്ന് പറഞ്ഞിടങ്ങളിലൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിശേഷണം വളർത്തിയെടുത്തവർക്കാണ് സ്വർഗം നൽകുക എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും للذين اتقوا عند ربهم جنات تجري من تحتها الأنهار قل أنبئكم بخير من ذلكم جنات تجري من تحتها الأنهار خالدين فيها وأزواج مطهرة ورضوان من الله والله بصير بالعباد الذين يقولون ربنا إننا آمنا فاغفر لنا وقنا عذاب النار الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار الصابرين والصادقين والمنفقين والمستغفرين بالأسحار قل അവരോട് ചോദിക്കുക അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ? സൂറത്ത് ആല ഇമ്രാനിൻ്റെ വചനമാണ്. ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായതെന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പുള്ള വചനത്തിൽ അള്ളാഹു പറഞ്ഞത് زُيِّنَ لِلنَّاسِ حُبُّ الشَّهَوَاتِ مِنَ النِّسَاءِ وَالْبَنِينَ وَالْقَنَاطِيرِ الْمُقَنطَرَةِ من الذهب وَالْفِضَّةِ وَالْخَيْلِ الْمُسَوَّمَةِ وَالْأَنْعَامِ وَالْحَرْثِ ذَلِكَ مَتَاعُ الْحَيَاةِ الدُّنْيَا وَاللَّهُ عِندَهُ حُسْنُ الْمَآبِ زُيِّنَ لِلنَّاسِ حُبُّ الشَّهَوَاتِ مِنَ النِّسَاءِ وَالْبَنِينَ وَالْقَنَاطِيرِ. നമ്മുടെ ഒക്കെ മനസ്സിന് ഇണങ്ങുകയും നമ്മുടെ മനസ്സോട് ഇഴുകിച്ചേരുകയും ചെയ്ത കുറേ സുഖങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ഭൗതിക വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളെ ഓരോന്നോരോന്നായി അള്ളാഹു എണ്ണി പറയാണ്. നമുക്ക് വിവാഹം കഴിക്കണം, കുടുംബജീവിതം നയിക്കണം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടണം, സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനം അനുഭവിക്കണം. മിനൻ നിസാഇ വൽ ബനീന, അതുപോലെ കുറേ നല്ല മക്കൾ ഉണ്ടാകണം, ആ മക്കളോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കണം. നമ്മുടെ ആഗ്രഹമാണ്, മനുഷ്യൻ്റെ ആഗ്രഹമാണ്. വൽ ഖനാതീറിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഏതെങ്കിലും ഒരു ചെറിയ വരുമാനമെന്നല്ല മനുഷ്യൻ്റെ മനസ്സിൻ്റെ മോഹങ്ങൾക്ക് അതിരുകളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ് വൽ ഖനാതീറിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ, ജീവിച്ചു പോകാൻ എന്തെങ്കിലും ഹലാലായ ചെറിയ വരുമാന മാർഗം വേണമെന്ന് പറയുകയും ആശിക്കുകയും ചെയ്യുന്നതിന് പകരം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കുറേ മലകൾ കിട്ടിയാൽ തരക്കേടില്ലായിരുന്നു, എന്നാലും മതിയാവൂല. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ കുറേ മലകൾ കിട്ടണം എന്ന് പറഞ്ഞാൽ കുമിഞ്ഞുകൂടിയ സമ്പത്തിൻ്റെ ആധിക്യം ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ഭാര്യ വേണം, നല്ല മക്കൾ വേണം, നല്ല കുടുംബം വേണം, നല്ല വരുമാനം വേണം, സാമ്പത്തികമായ ശേഷി വേണം. വൽ ഫിദ്ദത്തി വൽ ഖൈലിൽ മുസവ്വമ, നല്ല വാഹനങ്ങൾ വേണം. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും മുന്തിയ വാഹനമായി
ഖുർആൻ കേൾക്കുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത് ദ്രുതഗതിയിൽ, സ്പീഡിൽ, ആരോഗ്യത്തോടുകൂടി വേഗത്തിൽ ഓടാൻ കഴിയുന്ന കുതിരകൾ എന്നാണ്. വൽ ഖൈൽ മുസവ്വമത്തി എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ അതിന് അർത്ഥം നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലൂടെ ചീറിപ്പായുന്ന നീളവും വീതിയും കൂടുതലുള്ള കുറേ പുതിയ മോഡൽ കാറുകളുണ്ടല്ലോ, വാഹനങ്ങളുണ്ടല്ലോ. 10,000 കൊടുത്ത് വാങ്ങിയിരുന്ന വാഹനങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും ഒക്കെ ആയി. കോടികൾ കൊടുത്തിട്ട് വലിയ ഒരു കെട്ടിടത്തിന് സമാനമായ നിലയിൽ നമ്മളിങ്ങനെ മലർന്നിരുന്ന് വഴിയിലൂടെ പോകുമ്പോൾ നാട്ടുകാർ ഇരു വശങ്ങളിലും നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് വായിൽ വെള്ളം ഊറുന്ന വാഹനം ഉണ്ടല്ലോ. അൽ ഖൈറുൽ മുസവ്വമത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമായ ഭാഷയിൽ അങ്ങനെയൊക്കെയാണ് അർത്ഥം വെക്കാൻ കഴിയുക. അങ്ങനത്തെ കുറേ വാഹനങ്ങൾ ഉണ്ടായാൽ തിരക്കേടില്ല. വാഹനങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ആവശ്യത്തിന് ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് എത്താനുള്ളതാണ്, വേഗത്തിൽ പോകാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ അധികരിക്കുമ്പോൾ അങ്ങനെ വാഹനത്തിൽ അത്യാവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ മാത്രമല്ല, പിന്നെ അവനവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ വലിയ വലിയ വാഹനങ്ങൾ നിരത്തിയിട്ടിട്ട് പൊങ്ങച്ചം വയ്ക്കാണ്, പൊങ്ങച്ചം പറയാൻ, വലിയ വലിയ കാറുകളുടെ ഓണറാണ്, മുതലാളിയാണ് എന്ന് നാട്ടുകാരുടെ മുമ്പിൽ തെളിയിക്കാൻ. അതൊരു മോഹമാണ്. സുയ്യിനന്നാസ്, അള്ളാഹ് പറയാ, മനുഷ്യരുടെ മനസ്സുകളിൽ അങ്ങനെ ഒരു മോഹം അള്ളാഹു തന്നെ കൂട്ടിയിണക്കിയിരിക്കുകയാണ്. വൽ ഖൈലുൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ്. അതിപ്പോൾ നമ്മുടെ പുതിയ തലമുറയിൽ അധിക ആളുകൾക്കൊന്നും ഇല്ലാത്തതാണ്. കുറച്ച് മൃഗങ്ങൾ വേണം, കുറച്ച് കൃഷിയിടം വേണം. ഇല്ല, അത് നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പച്ചക്കറി തിന്നണമെങ്കിലും അയൽ സംസാരക്കാരനെ ആശ്രയിക്കണം. നമുക്ക് പച്ചക്കറി ഒന്നുമില്ല. വൽ ഖൈലുൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്. കുറേ മൃഗങ്ങൾ വേണം. അതും പരിശുദ്ധ ഖുർആൻ കേൾക്കുന്ന കാലഘട്ടത്തിലെ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹു ഇതിനെയും വലിയ കാര്യമാക്കി പറഞ്ഞത്. അന്ന് മുതലാളിമാരെന്ന് പറഞ്ഞാൽ എനിക്ക് 100 ഒട്ടകമുണ്ട് എന്ന് പറഞ്ഞു, അവൻ വലിയ മുതലാളിയാണ്. 100 ഒട്ടകമുണ്ട് എന്ന് പറഞ്ഞു. 100 ആടുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ വലിയ മുതലാളിയാണ്. അതുപോലെ എനിക്ക് ഇത്ര തോട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അത് വളരെ തുച്ഛമായ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അങ്ങനെ അവകാശപ്പെടാൻ കഴിയുന്നുള്ളൂ. എന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധ ഖുർആനിൻ്റെ വചനം ഓതിക്കൊണ്ട് അള്ളാഹു പറയാണ്, മനുഷ്യരുടെ മനസ്സിന് അങ്ങേയറ്റം അത്യാഗ്രഹത്തോടുകൂടി ഇണങ്ങി നിൽക്കുന്ന ഇങ്ങനത്തെ കുറേ സുഖങ്ങളുണ്ടല്ലോ, കുറേ സുഖങ്ങൾ. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. അള്ളാഹ് പറയാം, ഇതൊക്കെ ഭൗതികമായ ജീവിതത്തിൻ്റെ താൽക്കാലികമായ സുഖാഡംബരങ്ങൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ മാത്രമാണ്, വസ്തുക്കൾ മാത്രമാണ്. ഇതെല്ലാം ഒരാൾക്കുണ്ടായി എന്ന് വിചാരിച്ചോ? ഇതെല്ലാം ഒരാൾക്കുണ്ടായി എന്ന് വിചാരിച്ചാലും അതിനൊക്കെ ഇട്ടിട്ട് ഒരു ദിവസം അവൻ പോകേണ്ടി വരുമല്ലോ. മതാഉൽ ഹയാത്തിദ് ദുനിയ. ഇതെല്ലാം ഉള്ളതിനോടുകൂടി ഇതൊന്നും തൊട്ടുപോകരുത് എന്ന് ചിലരോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ട് അവന് ഭഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്താറില്ലേ? മധുരം തിന്നരുത്, എരിവ് കൂട്ടരുത്, ഉപ്പ് തൊടരുത്, പുളി നാവിൽ വെക്കരുത്, തണുത്തത് കഴിക്കരുത്, നല്ല ചൂടുള്ളത് കഴിക്കരുത്. അങ്ങനെ ചിലരോട് പറയും. കുറച്ച് കഴിയുമ്പം ഒന്നും തൊട്ടുപോകരുത്. ഒരു ദിവസത്തിൽ 1/2 ലിറ്റർ വെള്ളം അത് തന്നെ അളന്നിട്ടേ കൊടുക്കാവൂ. ആ ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടെന്ന് മക്കളെ കൊണ്ട് അളപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഹോം നഴ്സിനെ കൊണ്ട് അളപ്പിച്ചിട്ട് അത് കൃത്യമായ നിലയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻപുട്ട് പാടുള്ളൂ. എന്നാലേ വാപ്പാക്ക് 1/2 ലിറ്റർ വെള്ളം, 1/2 ലിറ്റർ പോയി അവസാനം 1/2 ഗ്ലാസ് ആവും. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാകട്ടെ, ആരോഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇവിടെ ഒരുപാട് സമ്പാദിച്ചു, പലതും വെട്ടിപ്പിടിച്ചു. ചിലപ്പോൾ ആ വെട്ടിപ്പിടിച്ചതിൽ ഹലാൽ ഹറാമുകളൊന്നും സൂക്ഷിച്ചില്ല, ശ്രദ്ധിച്ചില്ല. ആരാൻ്റെ ഹക്കുകൾ പോലും അതൊന്നും മാനിക്കാതെ ഞാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ പടുത്തുയർത്തിയ എൻ്റെ ഭൗതിക വിഭവങ്ങളുടെ വലിയ ചീട്ടുകൊട്ടാരം ഉണ്ടല്ലോ, ആ കൊട്ടാരത്തിൻ്റെ നടുവിൽ ഇതൊന്നും തൊട്ടുപോകരുതെന്ന കൽപ്പന പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് ശിരസ വഹിച്ചുകൊണ്ട് മലർന്നു കിടക്കുമ്പോൾ, ചരിഞ്ഞു കിടക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം, ഒന്നിങ്ങോട്ട് തിരിയണമെങ്കിൽ വേറൊരാളുടെ സഹായം വേണം, ഒന്നിങ്ങോട്ട് തിരിക്കണേ അങ്ങോട്ട് തിരിക്കണേ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ മക്കൾ പറയും, ഇപ്പം അല്ലേ തിരിച്ചു കിടത്തിയത്, ഇപ്പം അങ്ങോട്ട് വിളിച്ചിട്ടല്ലേ ഉള്ളൂ, മിണ്ടാണ്ട് കടന്നൂടെ, കുറച്ച് സമയം സ്വസ്ഥമായിട്ടിരുന്നൂടെ, കുറച്ച് സമയം മിണ്ടാണ്ടിരുന്നൂടെ, സ്വസ്ഥമായിട്ടിരുന്നൂടെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാകട്ടെ, ആരോഗ്യം തരുമാറാകട്ടെ, ദീർഘായുസ് തരുമാറാകട്ടെ. മരണം വരെ ഇസ്സത്തോടെ ഇഫ്ഫത്തോടെ സ്വന്തം കാലിൽ നടക്കാൻ, ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഖുർആനിൽ പറയുന്നത് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ഞാൻ അർത്ഥം വെക്കുന്നത്. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, ഇതൊക്കെ താൽക്കാലികമായ ജീവിതത്തിന്റെ വിഭവങ്ങൾ മാത്രമാണ്, ചരക്കുകൾ മാത്രമാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപദ്രവകാരിയായി മാറും.
ഈ പടുത്തുയർത്തിയ ചീട്ടുകൊട്ടാരം നിങ്ങൾക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറും, ദോഷമായി മാറും. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇതൊക്കെ ഒരുതരം വഞ്ചനയുടെ ചരക്കാണെന്ന് കുറെ കാലമായി ഉസ്താദന്മാരുടെ പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. അനുഭവത്തിൽ അറിയുന്നത് പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. ഇത് വഞ്ചനയുടെ ചരക്കാണെന്ന് നമ്മളുടെ ജീവിതം കൊണ്ട് പലപ്പോഴും നമ്മൾ തന്നെ തെളിയിച്ചതാണ്. പക്ഷെ അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. അള്ളാഹു ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നബിയെ ആ സമൂഹത്തോട്, ജനങ്ങളോട്, എൻ്റെ അടിമകളോട് ഇങ്ങനെ ചോദിക്കൂ, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈ കാണുന്ന ഭൗതികമായ വിഭവങ്ങളുടെ എല്ലാം അപ്പുറത്ത് ഞാൻ നിങ്ങൾക്കൊരു വലിയ സന്തോഷത്തിന്റെ വസ്തുക്കളെ പരിചയപ്പെടുത്തി തരട്ടെയോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു തരട്ടെ, ഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലിക, ഞാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരട്ടെ, പറഞ്ഞു തരട്ടെ. അതെന്താണെന്ന് അറിയുമോ? ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അത് സ്വർഗമാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്വാരങ്ങളിലൂടെ ഇങ്ങനെ പുഴയൊഴുകുന്ന സ്വർഗത്തിന്റെ തോപ്പുകളാണ്. അവിടെ അധ്വാനങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല, ലിമിറ്റേഷൻസ് ഇല്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല, അല്ലേ? ആരുടെ ഭാഗത്തു നിന്നും ആരെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത് പാടില്ല, ഇത് പാടില്ല എന്നൊന്നും പറയാനില്ല. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആ സ്വർഗം കൊണ്ട് സന്തോഷം തരുമാറാകട്ടെ. റമദാനിൽ ഏറ്റവും കൂടുതലായി അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കണമെന്ന് നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഈ സ്വർഗം അത് നമുക്ക് കിട്ടിയാൽ കാലാകാലത്തെ സുഖമായി. പിന്നെ നമുക്ക് അധ്വാനിക്കണ്ട, പണിയെടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ മലർന്നിരുന്ന്, യഥാർത്ഥത്തിൽ മലർന്ന് കിടന്നും മലർന്നിരുന്നും ഒക്കെ സന്തോഷിക്കുക എന്നുള്ള ഒറ്റ പണിയാണ് സ്വർഗത്തിലുള്ളത്. ഇവിടെ നമ്മൾ അതിനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നടക്കുന്നില്ല. അത് നടക്കുന്നതിന് മുമ്പ് നമ്മളങ്ങ് പോകും. അത് നടന്നു കിട്ടുന്നതിന് മുമ്പ് നമ്മളങ്ങ് പോകും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എന്താ മനുഷ്യന്റെ പണി എന്ന് വെച്ചാൽ നമ്മളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഖുർആൻ ഓതുന്നത് എന്തിനാണ്? ഹും വഅസ്വാജുഹും ഫീ ദുലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും വഅസ്വാജുഹും ഫീ ദുലാലിൻ അലൽ അറായികി മുത്തകിഊൻ. എന്താ പണിയെന്ന് വെച്ചാൽ അവനും അവന്റെ ഭാര്യ മക്കളും എല്ലാം കൂടി ഇങ്ങനെ കട്ടിലിൽ മലർന്ന് കടന്ന് സുഖം എടുക്കുക, വേറെ ഒന്നുമില്ല. ഖുർആൻ പറയാ, സൂറത്ത് യാസീൻ പറയാ. അല്ലാഹു ആ സന്തോഷം ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇത് വെറുതെ പറഞ്ഞു വിട്ടാ പോരാ, പ്രസംഗിച്ച് കേട്ടാ പോരാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് ദുആന്ന് വിട്ടാലും പോരാ, അത് ആസ്വദിക്കാൻ കഴിയണം. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സ്വർഗവാസിക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ അവനും ഹും വഅസ്വാജുഹും ഫീ ദുലാലിൻ അലൽ അറായികി മുത്തകിഊൻ. നല്ല നല്ല കട്ടിലുകളിൽ, നല്ല നല്ല സോഫകളിൽ, നല്ല നല്ല ബെഡുകളിൽ ഇങ്ങനെ മലർന്ന് കിടക്കുക, ഭാര്യ മക്കളും ഒക്കെ ഒന്നിച്ചുണ്ട്. സന്തോഷിക്കുക. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. അവർക്ക് അവിടെ ഒന്നിനും ഒരു കുറവുമില്ല. എന്താണോ ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത്, അതെല്ലാം അവർക്ക് അല്ലാഹു ഞൊടിയിടയിൽ അവിടെ കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ്. ഇത് ഖുർആൻ പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും സത്യമല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാ. മലർന്നു കിടക്കുന്ന കട്ടിലിൽ കടന്നുകൊണ്ട് ആ മനസ്സ് ആശിക്കുന്നത് അരികിലൂടെ പറന്നു പോകുന്ന ഒരു പക്ഷിയെ കണ്ടിട്ട് അതിനൊന്ന് തിന്നാൻ കൊള്ളാം എന്നാണെന്ന് ഹദീസ് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്ന് തിന്നാൻ കൊള്ളാം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞൊടിയിടയിൽ പറന്നു പോകുന്ന ആ പക്ഷി പറന്നു വന്ന് അവന്റെ കട്ടിലിന്റെ അരികിലിരിക്കുക. എന്നിട്ട് ചോദിക്കും, എങ്ങനെയാ തിന്നാൻ ആശിക്കുന്നത്, എങ്ങനെയാ വേണ്ടത്? അൽഫാമോണോ ലെഗ് പീസോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അൽഫാമിന്റെ ലെഗ് പീസിന്റെ ഒക്കെ ഫലായിൽ പറഞ്ഞില്ലേ, അത് കേൾക്കാൻ കുറച്ച് ആളുകൾ ഇല്ലായിരുന്നു. അത് കേൾക്കാൻ കഴിയാണ്ടായിപ്പോയത് ഭയങ്കര നഷ്ടമായിപ്പോയി. നമ്മൾ അൽഫാമ് പറഞ്ഞായിരുന്നു ഇവിടെ, പലതും പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ആ പറന്നു വരുന്ന പക്ഷി അരികിലിരുന്നു കൊണ്ട് സ്വർഗവാസിയോട് ചോദിക്കും, എങ്ങനെയാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, പറയൂ. നമ്മൾ ഒരു ഹോട്ടലിൽ പോയി, മുന്തിയ ഹോട്ടലാണ്, അറിയാണ്ട് കയറിപ്പോയതാ, കയറി അങ്ങ് ഇരുന്നപ്പോൾ നല്ല സുഖമുള്ള കുഷ്യൻ, അയാൾ വലിയ കോലങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് നീണ്ട ഒരു കിതാബ് എടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു.
അത് തുറന്നു നോക്കിയപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എന്താന്ന് ചോദിച്ചപ്പോൾ അവന് ചരിഞ്ഞ ഇംഗ്ലീഷിൽ ചച്ചപ്പ ചച്ചപ്പ ചപ്പച്ചാന്ന് കുറേ കാര്യം പറഞ്ഞു. അതൊന്നും നമുക്ക് തിരിയില്ല. തിരിയാത്ത ഭാഷയിൽ പറയണമെന്നാണ് അവന് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ്. മനസ്സിലായോ? തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതൊന്നും നമ്മൾ വാങ്ങുമോ? ഛാച്ചു എന്നൊക്കെ കുറേ പറയും. തിരിയാത്ത സാധനം കേട്ടിട്ട് ആവേശത്തിൽ എന്നാൽ പിന്നെ അത് വരട്ടെ നമ്മളങ്ങ് ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കുമ്പോൾ നമ്മൾ കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ വായി വെക്കാൻ കൊള്ളുന്നില്ല. പിന്നെ ഖാൻ സാബ് അപ്പന പൈസക്കാത്തായി നമ്മുടെ വാപ്പ പണ്ട് പറയാറുണ്ടായിരുന്നു. എന്താ മോനെ നീ കഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരാളിങ്ങനെ ഇരുന്നുകൊണ്ട് വലിയ ഹോട്ടലിൽ പോഷായിട്ട് ഇരുന്നുകൊണ്ട് അവൻ്റെ മുമ്പിലുള്ള സാധനം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു എന്താ കഴിക്കുന്നത് എന്ന്. അപ്പോൾ ഇങ്ങനെ നോക്കി ദേഷ്യത്തോടുകൂടി പറഞ്ഞു ഖാൻ സാബ് അപ്പന പൈസക്കാത്താഹേ എന്ന് പറഞ്ഞു. എന്താ കഴിക്കുന്നത്? ഫാസ്റ്റ് ഫുഡല്ല, ഷവായി അല്ല, ഈ കാണുന്ന മെനുവിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഭക്ഷണ തളികയിലെ സാധനമൊന്നുമല്ല. പിന്നെ കഴിക്കുന്നതെന്നറിയോ? ഖാൻ സാബ് അപ്പന പൈസക്കാത്താഹേ എന്ന് നമ്മളെ വാപ്പ കൊണ്ട് പറയാറുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഒരു ഖാൻ സാഹിബ് ബോംബെ പട്ടണം കാണാൻ വേണ്ടി പോയി. ഖാൻ സാഹിബ് ബോംബെ പട്ടണം കാണാൻ വേണ്ടി പോയി. അപ്പോൾ ബോംബെ പട്ടണത്തിൽ, പണ്ടത്തെ പട്ടണത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആകർഷണീയമായ കണ്ണാടിക്കൂട്ടിൻ്റെ ഉള്ളിൽ പല സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ബേക്കറിയുടെ പരിസരത്തൂടെ പോയി. ബേക്കറിയുടെ പരിസരത്തൂടെ പോയപ്പം നല്ല ഗുലാബ് ജാമും മൈസൂർ പാക്കും അതുപോലെയുള്ള നല്ല നല്ല മധുര പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിയാക്കി നിരത്തി വെച്ചിരിക്കും. അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ട് അത് കാണുമ്പോൾ ഭയങ്കര ആവേശമായി. നിരന്ന് കടയാണല്ലോ, അതുകൊണ്ട് ഓരോ കടകളിലും വായിൽ വെള്ളം മൂറി നടന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു ഷോപ്പിൽ അങ്ങനെ നല്ല ലൈറ്റിട്ട കണ്ണാടിക്കൂട്ടിൻ്റെ ഉള്ളിൽ നീളവും വീതിയുള്ള നല്ല മധുര പലഹാരം ഇങ്ങനെ മുറിച്ച് സ്റ്റൈലാക്കി വെച്ചേക്കുന്നു. അയാൾ അപ്പുറത്തൊക്കെ വില ചോദിച്ചപ്പോൾ അവിടെ വില കൂടുതലായിരുന്നു. ഇവിടെ വന്ന് വില ചോദിച്ചപ്പോൾ താരതമ്യേന ചെറിയ പൈസയെ കേട്ടുള്ളൂ. ഭയങ്കര ആവേശമായി. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയാൽ വേഗം വാങ്ങും, ഫ്രീ ആയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ വില കമന്ന് വീഴും. അങ്ങനെയൊക്കെയാണ് നമ്മൾ മലയാളിയെ പരിചയപ്പെടുത്താറുള്ളത്. അവന് ചെറിയ പൈസക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ അതങ്ങ് വിലയ്ക്ക് വാങ്ങി. നല്ല മൈസൂർ പാക്ക് അപ്പുറത്ത് ചോദിച്ചപ്പോൾ അതിനെക്കാട്ടി പകുതി പൈസയ്ക്ക് ഇവിടുന്ന് കിട്ടി. ആ മൈസൂർ പാക്ക് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ആരും കാണാതെ ആർക്കും കൊടുക്കാതെ അത്യാഗ്രഹത്തോടു കൂടി തൻ്റെ മുമ്പിൽ ആ പൊതി ഇങ്ങനെ തുറന്നിട്ട് എടുത്ത് കടിച്ച് നിന്ന് ബളാന്ന് കളിച്ചപ്പോൾ സോപ്പ് ചവയ്ക്കുന്നു. സംഗതി ഇത് ബേക്കറി ആയിരുന്നില്ല, അതൊരു സോപ്പ് കടയായിരുന്നു. സോപ്പ് കടയിൽ പണ്ടത്തെ കാലത്തെ ബാർ എന്നൊക്കെ പറയുന്നില്ലേ, സോപ്പ് ബാർ, 501 ബാർ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടാവും. ആർക്കാ ഓർമ്മയുണ്ടാവും? 501 ബാർ കണ്ടാൽ നല്ല രസമുള്ള മൈസൂർ പാക്കിന്റെ വലിയ പീസ് പോലെ തോന്നുക. പാവം പകുതി പൈസക്ക് കിട്ടിയപ്പോൾ ഇത് വിശ്വസിച്ചിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് അത് വെച്ചിട്ട് ഇങ്ങനെ കടിച്ചു തിന്നപ്പോഴാണ് മനസ്സിലായത് സംഗതി ഇത് മധുരപലഹാരമല്ല, സോപ്പാണ്. അവൻ ദേഷ്യത്തോടെ നിരാശയോടെ കൈ കിടന്ന പൈസ പോയല്ലോ എന്ന വിഷമത്തോടെ എങ്ങനെങ്കിലുമൊക്കെ അത് കടിച്ചു തിന്നുമ്പോഴാണ് ഒരാൾ വന്നിട്ട് ഖാൻ സാബ് ആപ് ചോദിക്കും. ഖാൻ സാബേ നിങ്ങൾ എന്താ തിന്നുന്നത്? ദേഷ്യത്തോടെ അവർക്ക് നോക്കിയിട്ട് പറഞ്ഞു ഖാൻ സാബ് അപ്പന പൈസ കാത്താഹേ. ഖാൻ സാബ് എൻ്റെ പൈസ തിന്നുകയാണ്, കൈ കിടന്ന പൈസ പോയില്ലേ, ഇനി അത് തിന്നുകല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖാൻ സാബ് അപ്പന പൈസ കാത്താഹേ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ അറിയാതെ പത്രം ഒന്ന് എടുത്ത് നോക്കിയപ്പം നമ്മുടെ ഒരു സഹോദരൻ പാൻകായ, നമ്മുടെ ഒരു സഹോദരൻ, മുസ്ലിമിൻ്റെ പേരാ അതിൽ കണ്ടത്. നമ്മുടെ ഒരു മുസ്ലിമായ സഹോദരൻ മയക്കുമരുന്ന് വിപണിയിൽ അദ്ദേഹം നടക്കുകയായിരുന്നു, ജീവിക്കുകയായിരുന്നു. അള്ളാഹു നമ്മുടെ സമുദായത്തിന് തിരുത്താൻ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഞാൻ പറയരുതെന്ന് എപ്പോഴും വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഓരോ ദിവസവും നമ്മുടെ സമുദായത്തെക്കുറിച്ച് കേൾക്കുന്നത് വേദനിപ്പിക്കുന്ന, ദുഃഖിക്കുന്ന വാർത്തകളാണ്. അവൻ പാടില്ലാത്ത ഈ പൊതിക്കഷ്ണങ്ങൾ പലർക്കും വിപണനം ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ ആ സാധു അത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതെന്താന്നുള്ളതായി. അങ്ങനെയാണ് പല മുസ്ലിം സഹോദരങ്ങളും കുടുങ്ങിപ്പോകുന്നത്. പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ അതിനെന്താ മാർഗം? ഹലാലായ മാർഗത്തിലൊന്നും വേഗത്തിൽ കിട്ടാതെ വരുമ്പോൾ ഇതൊന്നും ഇവിടുന്ന് അവിടെ കൊടുത്താൽ മതി എന്നൊരാളെ ഏൽപ്പിക്കുക. ഇവിടുന്ന് അവിടെ കൊണ്ട് കൊടുത്താൽ അവൻ പ്രതീക്ഷിക്കാത്ത, അവന് ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചാൽ കിട്ടാത്ത പണം ഇവർ കൊടുക്കുക. ആർത്തിയുടെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയാതെ അത് വാങ്ങുക, കൊണ്ടു കൊടുക്കുക, വഴിയിൽ വെച്ചിട്ട് ആരെങ്കിലും പിടിക്കുക, അവനകത്താവുക. അപ്പുറത്ത് ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ലോഡ് കണക്കിന് സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വിപണനം ചെയ്യുന്നുണ്ട്. മാന്യന്മാര് ആരും എവിടെയും പിടിക്കപ്പെടുന്നില്ല. ഏതെങ്കിലും പാവപ്പെട്ടവൻ ഒരു ചെറിയ പൊതിക്കഷ്ണം അപ്പുറത്ത് വിൽക്കുമ്പോഴായിരിക്കും പിടിക്കുക. അത് വേറൊരു വിഷയം. ഞാൻ ഇന്ന് അത്ഭുതത്തോടുകൂടി ആ വാർത്ത വായിച്ചു. ഞാൻ സാധാരണ റമദാൻ ആയാൽ പത്രം വായിക്കലേ ഇല്ല, വായിക്കാൻ കൊള്ളൂല, പണ്ടേ തന്നെ വായിക്കാൻ കൊള്ളൂല. പിന്നെ റമദാനിൽ ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് തീരെ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ പത്രം വായിക്കാറില്ല. പക്ഷെ ഗേറ്റിൻ്റെ അവിടെ കിടക്കുന്ന സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ ഒരു മുസ്ലിമിൻ്റെ ഫോട്ടോ കണ്ടപ്പം, ആ വാർത്തയുടെ അത്ഭുതം കണ്ടപ്പം അറിയാതെ ഒന്ന് നോക്കിപ്പോയതാണ്. പാടില്ലാത്ത മയക്കുമരുന്നിൻ്റെ പൊതിക്കഷ്ണങ്ങൾ വിപണനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോലീസ് വന്നു.
അയാൾ പേടിച്ചു, വെപ്രാളപ്പെട്ടു. പോലീസിനെ ഭയന്നുകൊണ്ട് ആ പാക്കറ്റുകൾ വിഴുങ്ങി. സാധു മരണപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, റമദാനിൽ സംഭവിച്ചതാണ്, ഈ സമുദായത്തിൽ സംഭവിച്ചതാണ്. അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരുമാറാകട്ടെ, പുറത്തു തരുമാറാകട്ടെ. നമ്മളിങ്ങനെ കാമ്പസാറിൻ്റെ പള്ളിയുടെ മിമ്പറിൻ്റെ താഴെ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുക, നമ്മുടെ സമുദായം പള്ളിക്ക് പുറത്ത് ഇങ്ങനെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുക. നമ്മളൊന്നും അങ്ങനെ പടച്ചോൻ വെറുതെ വിടുമെന്ന് മൂല്യന്മാരൊന്നും വിചാരിക്കണ്ട, ഞാൻ വിചാരിക്കണ്ട. എൻ്റെ പ്രസംഗം കൊണ്ട് മാത്രം എൻ്റെ ദൗത്യ ഉത്തരവാദിത്വം തീരുമെന്ന് ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കും. അള്ളാഹു നമുക്ക് മാപ്പ് തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, ഖാൻ സാബ് എന്താ തിന്നുന്നത്? ഖാൻ സാബ് അപ്ന പൈസ ഖാത്താ ഹെ. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മരണത്തിന് വിധേയനായി. എങ്ങനെ മരിച്ചു എന്ന് നാളെ ആഖിറത്തിൽ നമ്മുടെ ഒക്കെ മുമ്പിൽ വിചാരണ ചെയ്യുമ്പോൾ, നമ്മളൊക്കെ ജീവിച്ചിരിക്കെ നമ്മളുടെ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ ദാരുണമായി മരണത്തിന് വിധേയനായി. പ്രിയപ്പെട്ട, നമ്മളെന്ത് പറഞ്ഞു വന്നത്? എന്താ പറഞ്ഞു വന്നേ? ഖാൻ സാബ് അപ്പന പൈസ കാത്തായത് എന്തിനാ പറഞ്ഞത്? ചിന്തകൾ ഇങ്ങനെ മാറുക. നമ്മൾ സമുദായത്തിൻ്റെ പുതിയ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ദുഃഖം ഉണ്ടാവും, താങ്ങാനാകാത്ത ദുഃഖം ഉണ്ടാവും. എന്ത് ചെയ്യാൻ കഴിയും പടച്ചവനെ എന്ന വെപ്രാളത്തോടു കൂടി ഒറ്റയ്ക്കിരുന്ന് കരയും. അതുകൊണ്ട് ആ വിഷയങ്ങൾ പ്രസംഗത്തിനിടയിലെങ്ങാനും ചിന്തയിൽ വന്നു പോയാൽ പിന്നെ മൈൻഡെല്ലാം പോയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ, നല്ലത് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അള്ളാഹു സമൂഹത്തോട് ചോദിപ്പിക്കുന്നത്, നിങ്ങളുടെ ഈ ഭൗതികമായ വിഭവങ്ങളുടെയും ചരക്കുകളുടെയും അപ്പുറത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു സുഖം പറഞ്ഞു തരട്ടെയോ? അത് സ്വർഗമാണ്. സ്വർഗത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വേറെ വ്യഥകളൊന്നുമില്ല, വിഷമങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. തൻ്റെ ഭാര്യാമക്കളോടൊപ്പം മലർന്നു കടന്ന് സുഖമെടുക്കുക എന്നുള്ള ഒറ്റ പണി മാത്രമേ ഉള്ളൂ. ആ സുഖമെടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ മുമ്പിൽ പറന്നിറങ്ങുന്ന പക്ഷി അവൻ്റെ മനസ്സിൻ്റെ ആശയെ ചോദിക്കുന്നു. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പക്ഷി ചോദിക്കുകയാണ്, എന്നെ നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നത്? പാവം പറയാണ്, എനിക്ക് പകുതി അൽഫാമായിട്ട് വേണം, പകുതി ഷവായി ആയിട്ട് വേണം എന്ന് പറഞ്ഞാൽ, ഹദീസാണ്, ഹദീസിൽ ഷവായും അൽഫാമും ഇല്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പക്ഷിയുടെ പകുതി ഭാഗം അൽഫാമിന്റെ ടേസ്റ്റ് എനിക്ക് വേണം, അടുത്തത് പേരി പേരിയായിട്ട് വേണമെന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവന്റെ തീൻമേശയുടെ ഉള്ളിൽ ആ പക്ഷി സ്വയം അങ്ങനെ പാകപ്പെട്ട് വന്നു നിൽക്കും. ഇതാ എന്നെ തിന്നോളൂ എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹക്കാണ്, യാതൊരു സംശയം വേണ്ട പ്രിയപ്പെട്ടവർ, യാതൊരു സംശയം വേണ്ട. കാരണം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പ്രസംഗിച്ചാൽ ആർക്കും മനസ്സിലാവൂലല്ലോ. ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ വിഭവങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ ഭക്ഷണ തളികകളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാ മനസ്സിലാവുക? ഇപ്പൊ അതൊക്കെ നമുക്ക് എളുപ്പമായില്ലേ? അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നില്ലേ? വലിയ ഒട്ടകത്തെ ജീവനോടുകൂടി അറുത്ത് അതിന്റെ തൊലി പൊളിച്ച് കഷ്ണമാക്കാതെ അതിനെ നിർത്തിപ്പൊരിച്ചിട്ട് വലിയ തളികയുടെ മധ്യത്തിൽ വെച്ചിട്ട് നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ച് അതിന് ചുറ്റുമിരുന്ന് അങ്ങനെ കടിച്ചു വലിച്ച് കഴിക്കുമെന്ന് അറബികളെ കുറിച്ച് നമ്മൾ പണ്ട് പറയുമ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നില്ലേ? ഇല്ലേ? ഓ, അതൊക്കെ വെറുതെ തള്ളലല്ലേ എന്നാ പറയാ. പക്ഷേ ഇന്നിപ്പം ഒട്ടകവും, ഒട്ടകത്തിന്റെ ഉള്ളിൽ ആടും, ആടിന്റെ ഉള്ളിൽ കോഴിയും, കോഴിയുടെ ഉള്ളിൽ മുട്ടയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു അത്ഭുത ആഹാരം സൃഷ്ടിക്കാൻ മലബാറുകാർക്ക് സാധിക്കുന്നുണ്ടല്ലോ. പ്രയാസമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗവാസികൾക്ക് കിട്ടാൻ പോകുന്ന ഈ അനുഗ്രഹത്തെ കുറിച്ചിട്ട് പറഞ്ഞതിൽ ഒരു സംശയം ആരും വിചാരിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ സ്വർഗവാസിക്ക് സുഖം കൊടുക്കും. നബിയെ, ഇവരോട് ചോദിക്കൂ, ഈ ജനങ്ങളോട് ചോദിക്കൂ, എന്തിനാണ് കുറച്ചു കാലത്തേക്കുള്ള ജീവിതത്തിന്റെ വഞ്ചനയുടെ ചരക്കിന്റെ പിന്നാലെ ഈ സ്വർഗം കളഞ്ഞിട്ട് നിങ്ങൾ പായുന്നു? എന്തിനാണ് സ്വർഗം കളഞ്ഞിട്ട് നിങ്ങൾ പായുന്നു? നിങ്ങൾക്കിതല്ലേ നല്ലത്? ഇതിന്റെ പിന്നാലെയല്ലേ നിങ്ങൾ പോകേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പോഷായിട്ടുള്ള വലിയ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം ആവേശത്തോടുകൂടി, ആർത്തിയോടുകൂടി നമ്മൾ അങ്ങ് ഓർഡർ ചെയ്തു. കൊണ്ടുവന്നപ്പം വായി വെക്കാൻ കൊള്ളാത്ത സാധനമാണ്. പിന്നെ നമ്മൾ വായി വെക്കാൻ കൊള്ളാത്തതാണല്ലോ ഓർഡർ ചെയ്തതെന്ന് നാട്ടുകാരറിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കൂലേ? അതുകൊണ്ട് ഞാൻ മുണ്ടൂല. ഖാൻ സാബ് ഇങ്ങനെ മുണ്ടാതിരുന്നങ്ങ് കഴിക്കുക, വലിയ അറിയുന്ന ആളെ പോലെ. കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ കൊണ്ടുവന്ന കിതാബ് മാറ്റിയിട്ട് വേറെ പുതിയൊരു കിതാബുമായിട്ട് ഒരിങ്ങോട്ട് വരൂ, അല്ലേ? ഇതൊന്നും തിരിയുന്നില്ല നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾക്ക് തിരിയുമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഭാഷയിൽ ഇതൊക്കെ പറയുന്നത് ഇതൊന്നും തിരിയുന്നില്ലേ? ഉണ്ടോ? നേരത്തെ കൊണ്ടുവന്ന കിതാബില്ലേ, ആ കിതാബ് മാറ്റിയിട്ട് പുതിയൊരു കിതാബ്, ആ കിതാബിന്റെ ഉള്ളിൽ ഒരു നീണ്ട വാറോലയായിട്ട് ഇങ്ങോട്ട് വരും. അതിന് ബില്ലെന്ന് നമ്മൾ പറയാം. ഇതങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് വരാനുണ്ട്,
പടച്ചവനെ വായി വെക്കാൻ കൊള്ളാത്ത ഈ സാധനം. പിന്നെ ഇപ്പം എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പുതിയ പദ്ധതിയുണ്ട്, അതങ്ങ് പാർസൽ ചെയ്ത് തരുന്നു. പിന്നെ നമ്മൾ ചെയ്ത പാപഭാരം പാർസൽ ചെയ്ത് തലയിൽ വെച്ച് അങ്ങനെ ഇറങ്ങിപ്പോകാലോ എന്നൊരാശ്വാസമുണ്ട്. ഇറങ്ങിപ്പോവാ. എന്നിട്ട് കാറിൽ കയറിയപ്പോൾ നമ്മൾ ഓളെ ചോദിക്കുകയാണ്, എന്തിനാ ഇത് പാർസൽ ചെയ്ത് വാങ്ങിയത്? പണ്ടേ എന്നെ വാവി വെക്കാൻ കൊള്ളൂല, ഇതും കൊണ്ട് പുരക്കേക്ക് പോയാൽ അവിടെ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ സ്ഥലമൊന്നുമില്ല, എന്തിനാ വാങ്ങിയത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉസ്താദിന് ഇതെല്ലാം അനുഭവം ഉണ്ടെന്നുണ്ട്. ഉസ്താദ് പെട്ടുപോയത് കൊണ്ടാണ് ഇതെല്ലാം നിങ്ങളോട് പറയാൻ കഴിയുന്നത്. ഇത് പുരക്കേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ പുരക്കേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെ എന്താ ചെയ്യുക? പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുന്നത്, വണ്ടി ഇങ്ങനെ എടുത്ത് തിരിക്കുമ്പോൾ വാച്ച്മാൻ നമ്മളിങ്ങനെ ബഹുമാനിക്കുമല്ലോ, അവനെന്തെങ്കിലും സംതിങ് കിട്ടാൻ വേണ്ടിയാണ് ബഹുമാനിക്കുക. വലിയ ഹോട്ടലല്ലേ. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധുക്കൾ ഇങ്ങനെ ഇരുന്നിട്ട് സാധുക്കൾ എന്നിരിക്കും. അപ്പം നമ്മൾ പറയും വലിയ സദക്ക കൊടുക്കുന്ന ആളെ പോലെ, വലിയ സന്മനസ്സുള്ള ആളെ പോലെ നമ്മൾ ഗ്ലാസ് താത്തിട്ട് ഈ സദക്ക കൊടുക്കാനുള്ള കെട്ടെടുത്ത് അങ്ങ് കൊടുക്കുക. സംഗതി നമ്മുടെ തലയിൽ നിന്ന് ഓള കലമ്പ് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്ത പാപഭാരം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ നിനക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതൊക്കെ ലഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ, ലഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ, നീ ആഗ്രഹിക്കുന്നതും ആശിച്ചതും നിന്റെ അമല് മുഖേന നീ പണ്ടേ തയ്യാറാക്കി വച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ തരും. എന്നിട്ട് അവസാനം നിന്റെ മനസ്സിന്റെ സമാധാനത്തെ കെടുത്തുന്ന നിലയിൽ ബില്ല് പേ ചെയ്യണമെന്നൊന്നും പറയൂല. ബില്ല് പേ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ പാത്രം കഴുകാൻ നിന്നോന്ന് പറയില്ല. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ? ബില്ല് പേ ചെയ്യാൻ കഴിയുന്നില്ല, അതൊന്നും ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പരിചയിച്ചിട്ടുള്ള രീതി അനുസരിച്ചിട്ട് ബില്ല് പേ ചെയ്യാൻ നിന്നെ കൊണ്ട് ഗതിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് രാവിലെ ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യം ചെയ്യ്, സൂട്ടും കൂട്ടും ഒക്കെ അഴിച്ചു വെക്ക്, അടിയിലെ നിക്കറും ബനിയനും ഇട്ടുകൊണ്ട് അകത്തേക്ക് പോ, പാത്രം കഴിക്കോ. എത്ര പൈസയാണ് ഇവിടെ കൊടുക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയാണ്, സ്വർഗത്തിൽ സുഖം അനുഭവിക്കുന്ന ഒരടിമയെ സംബന്ധിച്ചിടത്തോളം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, ബേജാറൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ബില്ലൊന്നും ചോദിക്കൂല, ബില്ല് ചോദിക്കൂല, വിഷമിപ്പിക്കൂല എന്ന് മാത്രമല്ല, തിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വയറ് പടക്കായി, ഷുഗർ കൂടി, പ്രഷർ കൂടി എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സലാമുൻ, സമാധാനമാണ്, ശാന്തിയാണ്. ഒരു നിലയിലുള്ള ബേജാറും വേണ്ട, വെപ്രാളവും വേണ്ട. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബ്. ഇതാണ് സ്വർഗം. അള്ളാഹു പറയാണ്, നബിയെ അവരോട് ചോദിക്കൂ, ആദ്യം പറഞ്ഞ ദുനിയാവാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല ഈ പറഞ്ഞ ആഖിറമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു തീരുമാനമെടുക്കാനാണ് പട്ടിണിക്കിട്ടിട്ട് പടച്ചവന്റെ ഭവനത്തിൽ നമ്മളെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കണം, എനിക്ക് ഈ പറഞ്ഞ ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത സ്വർഗത്തിന്റെ നിഅമത്തുകൾ എങ്ങനെയാണ് കിട്ടുക? വല്ലാഹു ബസീറും ബിൽ ഇബാദ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു അവന്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് കാരുണ്യത്തോടു കൂടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ. ആരാണ് അള്ളാഹുവിന്റെ നല്ല അടിമകൾ? അത് പറയാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞു പോയത്. ആരാണ് അള്ളാഹുവിന്റെ നല്ല അടിമകൾ? الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാകാൻ പോകുന്ന അടിമകൾ ആരാണെന്നറിയോ? അല്ലദീന, ഒരു കൂട്ടരാണ്. യഖൂലൂന റബ്ബന ഇന്നനാ ആമന്നാ, അല്ലാഹുവേ ഈ പറഞ്ഞതിലൊക്കെ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു. അല്ലാഹു നമുക്ക് ആ വിശ്വാസം തരുമാറാകട്ടെ. നമ്മളൊക്കെ വിശ്വസിച്ചു, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇന്നനാ ആമന്നാ, ഇതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് വഖിന അദാബന്നാർ, ഞങ്ങളെ നരകത്തിന്റെ അദാബിൽ നിന്നും രക്ഷപ്പെടുത്തണേ. നരകത്തിന്റെ ഈ പറയുന്ന സുഖങ്ങളൊക്കെ ഉണ്ടെന്നറിയുകയും അത് നാളെ പരലോകത്ത് കണ്ണുകൊണ്ട് കാണുകയും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും കരസ്ഥമാക്കാൻ കഴിയാതെ പോയതിന്റെ പേരിൽ അത് നിങ്ങൾക്കല്ലാതെയായി എന്ന് പറയപ്പെടുകയും ഒടുവിൽ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാലോ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിന്റെ അദാബിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. വഖിന അദാബന്നാർ. അങ്ങനെ ദുആ ചെയ്യുന്നവരാണ്. ദുആ ചെയ്താൽ മാത്രം പോരാ, ആ ദുആയുടെ അനന്തര ഫലമായ നിലയിൽ അവരിൽ ചില ഗുണങ്ങൾ ഉണ്ടാകണം, ചില വിശേഷണങ്ങൾ ഉണ്ടാകണം, ചില സിഫത്തുകൾ ഉണ്ടാകണം. എന്തൊക്കെ വിശേഷണങ്ങളാണ്? الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. الصابرين والصادقين والقانتين والمنفقين
വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. സ്വർഗത്തിന്റെ നിഅമത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആ നിഅമത്തുകളൊക്കെ നൽകുന്നതിന് വേണ്ടി അള്ളാഹു അവന്റെ അടിമകളിൽ ചില വിശേഷണങ്ങൾ നിർബന്ധമായും ഉണ്ടാകണമെന്ന് പറയുന്നു, കൽപ്പിക്കുന്നു. ആ വിശേഷണം ഉണ്ടാകണം. അവർക്ക് മാത്രമാണ് അള്ളാഹു തആല ഇത് കൊടുക്കുക. അല്ലാതെ എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തിന് വില നില ഉണ്ടാവില്ലല്ലോ. എന്തൊക്കെ ഉണ്ടാകണം? അസ്സാബിരീന വസ്സാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യേണ്ട കുറേ വിശേഷണങ്ങളാണ് അള്ളാഹു തആല പറയുന്നത്. അസ്സാബിരീൻ, ഒന്നാമത്തേത് സബർ ചെയ്യാൻ പഠിക്കുന്നവരാണ്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ മാസം സബറിന്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമ എന്ന് പറഞ്ഞാൽ അസ്സബ്റു അലൽ ബലാ എന്ന് പറയാറുണ്ട്. അസ്സബ്റു അലൽ ബലാ, നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കണം. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാം. നമുക്ക് ദാരിദ്ര്യം വരും, രോഗം വരും, കഷ്ടപ്പാട് വരും. അത് സ്വാഭാവികമാണ്, സാധാരണയാണ്. ഭൂമിയിൽ മനുഷ്യനായി പിറന്നാൽ സ്വാഭാവികമായും ഇതൊക്കെ ഉണ്ടാകും. അത് നബിമാർക്കുണ്ടായിരുന്നു, വലിയ വലിയ സമ്പന്നന്മാർക്കും അങ്ങനത്തെ പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പടച്ചവനെ നിഷേധിക്കുകയും അള്ളാഹു ഇല്ലെന്ന് പറയുകയും ചെയ്യുന്നവർക്കും പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്, മനുഷ്യനായാൽ അവർക്കൊക്കെ പരീക്ഷണം വരും. പക്ഷേ പരീക്ഷണങ്ങളിൽ പടച്ചവനിലേക്ക് മനസ്സ് തിരിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുമ്പോൾ ബശ്ശിരിസ് സാബിരീൻ, അവർക്ക് സന്തോഷ വാർത്തയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ് സാബിരീൻ ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين يا أيها الذين آمنوا സത്യവിശ്വാസികളെ استعينوا بالصبر والصلاة ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടാൻ പഠിക്കണം. എങ്ങനെ സഹായം തേടാൻ പഠിക്കണമെന്നാണ്? നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടാൻ പഠിക്കണം. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ഏതെങ്കിലും ഒരു മൂമിനായ ദാസന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി, എന്തെങ്കിലും ഒരു വിഷമം, ഹദീസാണ് അത്, അവന്റെ ദുനിയാവിൻ്റെതാകട്ടെ ആഖിറത്തിൻ്റെതാകട്ടെ. ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയും, അവന് അതിന്റെ ദുനിയാവിൻ്റെതാകട്ടെ ആഖിറത്തിൻ്റെതാകട്ടെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അവൻ ആ സമയത്ത് ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. അവൻ നന്നായി വുളൂ ചെയ്യണം, 2 റക്അത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ മനസാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കണം. നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് പറയണം, തൻ്റെ കഴിവുകേടുകളെ കുറിച്ചിട്ട് തെളിച്ച് പറയണം. എന്നിട്ട് തൻ്റെ സങ്കടങ്ങളെ മനസ്സ് തുറന്ന് കരഞ്ഞ് അള്ളാഹുവിനോട് പറയണം. അള്ളാഹു അവൻ്റെ വിഷമങ്ങളിൽ അവനെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്അലുക മുജിബാതി റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക് والغنيمة من كل بر وسلامة من كل إثم اللهم لا تدع لنا ذنبا إلا غفرته എന്ന് തുടങ്ങുന്ന ദുആ അവൻ പറയട്ടെ. എന്നിട്ട് അവന്റെ ആശ പറയട്ടെ. ഞാൻ ആദ്യം ഹദീസ് പറഞ്ഞപ്പോൾ ഈ ദുആ പറഞ്ഞില്ല. എന്താ കാരണം? ഞാൻ ഹദീസ് മലയാളത്തിൽ പറഞ്ഞു തീർത്തപ്പോൾ ഈ ദുആ പറഞ്ഞില്ല. എന്താ കാരണം? ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾപ്പിക്കുന്നത് നിർബന്ധമായും അമൽ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. നിർബന്ധമായും അമൽ ചെയ്യണം. നമുക്കൊക്കെ ഇനി ഒരു വിഷമം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഞാനെങ്ങാനും ആ ഹദീസിലുള്ള ഇത്രയും നീളമുള്ള ദുആ ആദ്യം തന്നെ പറഞ്ഞാൽ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എന്താ തീരുമാനിക്കാന്ന്? അള്ളാന്റെ ഉമ്മ, ഇത് കുറച്ച് നീളമുള്ള ദുആയാണ്, ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, അതുകൊണ്ട് ഇത് നമുക്ക് വേണ്ട എന്നങ്ങ് തീരുമാനിക്കും ആദ്യം. അങ്ങനെയാണ് പറ്റുക പലപ്പോഴും. ഇതേതെങ്കിലും ഉസ്താദന്മാർക്ക് മാത്രമേ പറ്റൂ, തങ്ങന്മാർക്ക് മാത്രമേ പറ്റൂ, ഇനി നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ് ഹദീസിലുള്ള ആ ദീർഘമായ ദുആ ഞാൻ ആദ്യം പറയാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം എങ്ങനെ നേടിയെടുക്കണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. നന്നായി വുളൂ ചെയ്യുക, മനസാന്നിധ്യത്തോടുകൂടി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക, നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുക, വാഴ്ത്തുക, അള്ളാഹുവിനെ സനാ ചെയ്യുക എന്നാണ് അള്ളാഹുവിന്റെ മഹാത്മ്യങ്ങൾ പറയുക. അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ വാഴ്ത്തുക.
നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് പറയുക. എന്നിട്ട് അടിമകൾ എന്ന നിലയിൽ നമ്മളുടെ കഴിവുകേടുകളെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാം. അള്ളാഹുവേ, ഞാൻ നിന്റെ സാധുവായ അടിമയാണ്. അള്ളാഹുവേ, ഞാൻ പാപിയായ അടിമയാണ്. എനിക്ക് വലിയ അറിവൊന്നുമില്ലാത്ത ആളാണ്. അള്ളാഹുവേ, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ വേറെ ആരോട് പറയാനാണ്? അള്ളാഹുവേ, എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോട് പറയാനാണ്? ഇങ്ങനെ ഞാൻ എന്നെ കുറിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എൻ്റെ താഴ്മയെ പ്രകടിപ്പിച്ചിട്ട് എൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിലൂടെ അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടണം. അത് നമ്മൾ ശീലിക്കണം, അത് നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ നമ്മൾ, സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഓടി ബാങ്കിൽ പോവാ, ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ഓടി ആശുപത്രിയിൽ പോവാ, നിയമപ്രശ്നമാണെങ്കിൽ ഓടി വക്കീലിന്റെ ഓഫീസിലേക്ക് പോവാ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ റെക്കമെൻഡേഷന് വേണ്ടി പോവാ. ഇതെല്ലാം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിലാണ് നമ്മുടെ മക്കളും പോകുന്നത്. അതല്ല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗം അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഈ കാലഘട്ടത്തിലും നമ്മളത് ശീലമാക്കണം. നമ്മുടെ എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ കുടുങ്ങിപ്പോയാൽ ആ പ്രയാസത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. യാതൊരു സംശയമില്ല. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് ബാക്കി എല്ലാ വഴികളും പോയി മുട്ടി നോക്കിയിട്ട് അവിടെ നിന്നൊന്നും നടക്കാതെ എല്ലാവരും നമ്മളെ നിരാശപ്പെടുത്തി തള്ളി കഴിയുമ്പോൾ പിന്നെ പടച്ചവനിലേക്ക്, ഉസ്താദിലേക്ക്, പള്ളിയിലേക്ക്, അങ്ങനെയാണല്ലേ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉസ്താദിലേക്ക്, പള്ളിയിലേക്ക്, പടച്ചവനിലേക്ക്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ആദ്യം നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ നീട്ടണം. അള്ളാഹുവിന്റെ മുമ്പിൽ കേണ് അപേക്ഷിക്കണം. സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പഠിക്കണം. സുജൂദിൽ കടന്നുകൊണ്ട് നമ്മുടെ ദുആ അള്ളാഹു തട്ടിക്കളയേയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ എന്തെങ്കിലും നന്മയുടെ പേരിൽ നമ്മുടെ ദുആക്കൾ സ്വീകരിക്കുന്നതിന് ഒരല്പം താമസം നേരിട്ടാലും ശരി, ഹദീസിൽ അള്ളാഹു പറഞ്ഞതാണ്, വബിഇസ്സതി വജലാലി ലഅൻസുറന്നക, വബിഇസ്സതി വജലാലി ലഅൻസുറന്നക. ഒരടിമ അവന്റെ ആവശ്യങ്ങളെ കരഞ്ഞ് പടച്ചവന്റെ മുമ്പിൽ പറയുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നിടത്ത് ഉടൻ അള്ളാഹു മറുപടി നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മറുപടി നൽകുന്നത്? വബിഇസ്സതി വജലാലി, എൻ്റെ പ്രതാപത്തിൽ സത്യമായി, എൻ്റെ ഔന്നത്യത്തിൽ സത്യമായി, എൻ്റെ അടിമേ, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ഞാൻ നിന്നെ കൈയൊഴിയില്ല. നിന്റെ വിളി ഞാൻ കേൾക്കാതിരിക്കൂല, നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കാതിരിക്കൂല. ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ എന്തെങ്കിലും നന്മയുടെ പേരിൽ അല്പം താമസം നേരിട്ടാലും ശരി. ഹദീസിന്റെ വചനം. എന്തെങ്കിലും നന്മയുടെ പേരിൽ അല്പം താമസം നേരിട്ടാലും ശരി. ചിലപ്പോൾ നീ ചോദിച്ചത് ഉടനെ ഞാനങ്ങ് തരുന്നില്ലെങ്കിൽ ഞാൻ കേട്ടില്ല എന്നതിന് അർത്ഥമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നാലൊരു തരത്തിൽ അവന്റെ ദുആ സ്വീകരിക്കപ്പെടും. ഒന്നുകിൽ അടിമ ചോദിക്കുന്നത് അള്ളാഹു ഉടനടി കൊടുക്കും. അതല്ലെങ്കിലോ അവൻ ചോദിച്ചതിനേക്കാളും ഖൈറായതിനെ അള്ളാഹു അവന് കൊടുക്കും. നമുക്കറിയില്ലല്ലോ നമ്മുടെ ഖൈർ. അസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഖൈറാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഷർറാണ്. അത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഖൈറാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷർറായി ഭവിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയില്ലല്ലോ. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമു. ഞാൻ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ പള്ളിയിൽ ഖുത്ബ ഓതുന്ന സമയത്ത് ഒരു ദിവസം ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. അത് സാധാരണഗതിയിൽ അങ്ങനെ സംസാരിച്ചു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ അധിക പേരും ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞ് ആ കരച്ചിൽ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച് ആ വേദനയോടുകൂടി വന്ന് മിമ്പറിൽ കയറുമ്പോഴായിരിക്കും ഇങ്ങനത്തെ വിഷയങ്ങൾ പ്രസംഗത്തിൽ വരിക. അപ്പോൾ സ്വാഭാവികമായും ചില സഹോദരങ്ങളുടെ നൊമ്പരപ്പെടുന്ന ആ വർത്തമാനങ്ങളിൽ ചെറിയൊരു നൈരാശ്യം വരുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലേ? എത്ര നാളായി ഞാൻ ഇങ്ങനെ ദ്വാരക്കുന്നു, എന്നും കുന്നും പ്രശ്നമാണ്. ഒന്നുകിൽ രോഗം, അല്ലെങ്കിൽ കടം, അല്ലെങ്കിൽ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ജയില്, അല്ലേ? കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിത പ്രയാസമൊക്കെ മാറുമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയി അവിടെ എത്തുന്നത് വരെ സമാധാനം എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുടുങ്ങിപ്പോയി, അകത്തായിപ്പോയി, നാട്ടിൽ വരാൻ കഴിയുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ് പ്രിയപ്പെട്ടവർ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇങ്ങനത്തെ കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ടിട്ട് ആ നൊമ്പരത്തോടു കൂടി മിമ്പറിൽ കയറുമ്പോൾ പിന്നെ പ്രസംഗം മൊത്തം അതായിരിക്കും.
അങ്ങനെ ഒരു ദിവസം നമ്മൾ ഒരു ഖുത്ബയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അത് തള്ളിക്കളയൂല, കേൾക്കാതിരിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, ചിലപ്പോൾ അത് മൂന്നാലൊരു തരത്തിലാണ് നിങ്ങൾക്ക് സ്വീകരിക്കുക. ഒന്നെങ്കിൽ ചോദിച്ചത് അതുപോലെ തരും, അതല്ലെങ്കിൽ ചോദിച്ചത് നിനക്ക് ഷർറായിരിക്കും, നിനക്ക് അതിനേക്കാൾ ഖൈറായതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അതുമല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ പ്രതിഫലം നാളെ പരലോകത്തേക്ക് നിനക്ക് മാറ്റിത്തരും. അതിങ്ങനെ ഹദീസ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോവാണ്, ഒരു പനി പിടിച്ചു, വലിയ അസുഖം പിടിച്ച കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയി. കുഞ്ഞുങ്ങൾക്ക് അസുഖമാണെന്നറിയോ? ഡോക്ടറെ കാണിക്കണമെന്ന് അവർക്കറിയോ? ഡോക്ടറെ കാണിച്ചിട്ട് അയാൾ കൊടുക്കുന്ന മരുന്ന് കഴിക്കണമെന്നുള്ള അറിയോ? അത് കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് വലിയ വിവരമൊന്നുമില്ലല്ലോ. ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോയി അദ്ദേഹം പരിശോധനയൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, അല്പം കൂടുതലാണ്, നന്നായി ശ്രദ്ധിക്കണം, ഇത് ന്യൂമോണിയ ആയി മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കലാണല്ലോ ഇന്ന് പുതിയ ഡോക്ടർ എന്ന് പറഞ്ഞ്. ന്യൂമോണിയ ആയി മാറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, തണുത്ത വെള്ളം തൊടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. എന്നിട്ട് അദ്ദേഹം നീണ്ട ഒരു ലെറ്റർ പേഡിൻ്റെ പേപ്പറിൽ എഴുതി കൊടുത്തു കുറേ മരുന്നുകൾ. ഈ മരുന്നുകളുടെ കൂട്ടത്തിൽ കഴിക്കുന്ന മരുന്നുണ്ട്, ഇഞ്ചക്ഷൻ ഉണ്ട്, അതും പോരാഞ്ഞിട്ട് ട്രിപ്പ് ഇടാനുണ്ട്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ കയ്യിൽ കിട്ടിയ, വാപ്പയുടെ കയ്യിൽ കിട്ടിയ ഈ മരുന്നിന്റെ ലിസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അവനെ കുത്തിവെക്കലാണ്, കഴിക്കുന്ന മരുന്ന് കൊടുക്കലാണ്, അവനെ കഷ്ടപ്പെടുത്തിയിട്ട് മൂക്കൊക്കെ ഇങ്ങനെ പിടിച്ച് കഷ്ടപ്പെടുത്തി വായി പുലർത്തിയിട്ടല്ലേ നമ്മൾ മരുന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ മരുന്നൊക്കെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് വാപ്പ അവനെ സോപ്പിടാൻ ശ്രമിക്കുന്നു, ചൂടാകാൻ ശ്രമിക്കുന്നു, കണ്ണുരുട്ടാൻ ശ്രമിക്കുന്നു. അങ്ങനെ വാപ്പ അവനെ മെല്ലെ അവിടുന്ന് ഡോക്ടറെ അടുത്തുനിന്ന് പിടിച്ച് അനുനയിപ്പിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിന് തൊട്ടടുത്തൊരു ഐസ്ക്രീം പീടിയ കാണുന്നു. ഐസ്ക്രീം പീടിയ, ആകർഷണീയമായ കുറേ കോലത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ കാണുമ്പോൾ മക്കൾ അവിടെ കിടന്ന് കരയും. അങ്ങനെയാണല്ലോ മക്കൾ അവിടെ കിടന്ന്, അത് വേണം, അവൻ ഐസ്ക്രീം വേണം, ഐസ്ക്രീമേ വേണ്ടു, വേറെ ഒന്നും വേണ്ട, ഐസ്ക്രീം വേണം. അവൻ നിർബന്ധം പിടിച്ചപ്പം നമ്മൾ പറഞ്ഞു, പോട്ടെ മോനെ, ഒരു 5-6 ദിവസം കഴിഞ്ഞ് രോഗം മാറിയാൽ ഞാൻ നിനക്ക് വാങ്ങിത്തരും. പറ്റൂല, എനിക്കിപ്പം തന്നെ വേണം. അവൻ കരഞ്ഞ് വാപ്പാനോട് നിർബന്ധം പിടിക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ കണ്ടിട്ട് പറയാ, എന്ത് വാപ്പയാ നീ, എന്ത് വാപ്പയാ, ഒരു 10 റുപ്യൻ്റെ സാധനം ഓൻ ചോദിക്കുമ്പോൾ അങ്ങ് വാങ്ങിച്ചു കൊടുത്തൂടെ? ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണേ. അടുത്ത് നിൽക്കുന്ന ഒരാളിങ്ങനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ എന്തൊരു വാപ്പയാണ്, കണ്ണിച്ചോരയില്ലാത്ത വാപ്പ. ആ പാവം കുഞ്ഞ് എത്ര നേരമായി കരയുന്നു. ഒരു 10 റുപ്യൻ്റെ അല്ലെങ്കിൽ ഒരു 20 റുപ്യൻ്റെ, 10 റുപ്യക്ക് 20 റുപ്യക്കൊന്നും ഇപ്പോൾ കിട്ടുന്ന ഒരു അക്ഷരമില്ലെന്ന് തോന്നുന്നു അല്ലേ? ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഒരു സാധനം അങ്ങ് വാങ്ങിക്കൊടുത്തൂടെ എന്നൊരാൾ ചോദിക്കുമ്പോൾ ഈ വാപ്പ എന്തായിരിക്കും മറുപടി പറയാം? സഹോദര, നിനക്കറിയോ, എനിക്ക് ഇവന്റെ കരച്ചിൽ കേട്ടിട്ട് വിഷമം വരാത്തതുകൊണ്ടല്ല, എനിക്ക് ഈ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവൻ ചോദിച്ചത് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എന്നോട് കരയാതെ ഒരാശ പറഞ്ഞാൽ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് വാങ്ങിക്കൊടുക്കും. പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ കരച്ചിൽ കേൾക്കാൻ പറ്റൂല, കാരണം അവന് വലിയ രോഗമാണ്, ഡോക്ടർ ഇതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അവൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്താൽ അവനെ കൊല്ലുന്നതിന് സമമാണ്. ഐസ്ക്രീമിന് പകരം ഒരു പക്ഷേ 10 റുപ്യക്ക് കിട്ടുന്ന ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റുന്നതിന് പകരം 500 റുപ്യ കഷ്ടപ്പെട്ട് ഞാൻ അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തിട്ട് ഒരു നീണ്ട സൂചി വാങ്ങി ഈ കുഞ്ഞിനെ ഞാൻ കുത്തി നോവിക്കും. കയ്പുള്ള മരുന്ന് വാങ്ങി അവന്റെ വായ് പിളർത്തി അണ്ണാക്കിലേക്ക് ഞാൻ ഇറക്കി കൊടുക്കും. കണ്ടു നിൽക്കുന്ന നിങ്ങൾ വിചാരിക്കും, ഇതെന്ത് വാപ്പയാണ്, മകനോട് സ്നേഹമില്ലാതെ അവനൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാതെ ഇഞ്ചക്ഷൻ കുത്താണോ, അവന് കൈപ്പുള്ള മരുന്ന് കൊടുക്കാണോ എന്നൊക്കെ വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ മിമ്പറിൽ നിന്നുകൊണ്ട് പറയാണ്, പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മുടെ രക്ഷിതാവിന്റെ മുമ്പിൽ നമ്മൾ കരയുമ്പോൾ, ഇതുപോലെയാണ് നമ്മുടെ രക്ഷിതാവിന്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ. അല്ലാഹുവേ, എന്റെ ഇന്ന ദുഃഖം മാറ്റണേ, എന്റെ ദുഃഖം മാറ്റണേ എന്ന് പറഞ്ഞാൽ നിന്നെക്കാൾ കൂടുതൽ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹു നിന്നെ കുറിച്ച് അറിയുന്നു, നിന്റെ ആശകളെയും ആവശ്യങ്ങളെയും അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് അറിയുന്നു. അതുകൊണ്ട് ചിലപ്പോൾ പനി പിടിച്ച മകന് ഐസ്ക്രീം കൊടുക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്ന വാപ്പയെ പോലെ നിന്റെ റബ്ബ് നിനക്ക് അത് തരികയില്ല. പകരം ചിലപ്പം കുറച്ച് ദാരിദ്ര്യം കൂട്ടിത്തരും. എന്താ കാരണം? ദാരിദ്ര്യം കൂട്ടി തന്നാൽ നീ പള്ളിയിൽ തന്നെ കാണുമല്ലോ. ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് കുറച്ച് സുഖം വർദ്ധിച്ചാൽ പിന്നെ പള്ളി വരാൻ സമയം ഉണ്ടാവില്ലല്ലോ, അല്ലേ? ലളിതമായ ഭാഷയെ പറഞ്ഞു, പിന്നെ പള്ളി വരാൻ സമയം ഉണ്ടാവില്ലല്ലോ, പിന്നെ നിസ്കരിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ, ഖുർആൻ ഓതാൻ സമയം ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഉദാഹരണം പറഞ്ഞതാണ്. അതുകൊണ്ട് നിന്റെ ഖൈർ ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിന്റെ രക്ഷിതാവ് നിനക്ക് ചിലപ്പോൾ ഐസ്ക്രീം തരാൻ മടിക്കുന്ന വാപ്പയെ പോലെ ചില നന്മകൾ തരാതിരിക്കും എന്ന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് കൈയെല്ലാം തന്നിട്ട് കുറച്ച് ഒഴിഞ്ഞപ്പം ഒരു സഹോദരൻ ഇങ്ങനെ മൂലക്ക് നിൽക്കുന്നുണ്ട് എന്നെ കാത്തിട്ട്. എന്നിട്ട് ആൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് പറയാം, എന്നാലും ഉസ്താദ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഞാൻ ഇങ്ങനെ ചെയ്തത്?
അയാൾ ചോദിക്കുക, ഞാൻ അങ്ങനെ ചെയ്തത് ഉസ്താദ് എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ പറഞ്ഞു, ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഉസ്താദിന് കശ്ഫില്ലേ, ഉസ്താദിന് കുറെ കറാമത്തില്ലേ, ഉസ്താദിന് കുറെ മോജിസത്തില്ലേ. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ ഉൾക്കണ്ണുകളുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നതെന്നാ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ അദ്ദേഹം ചോദിക്കുക, ഇത്ര കൃത്യമായ നിലയിൽ എൻ്റെ മോൻ കരഞ്ഞതും എന്നോട് ഐസ്ക്രീം ചോദിച്ചതും ഞാൻ വാങ്ങിക്കൊടുക്കാണ്ടിരുന്നതും അവസാനം ഞാൻ മരുന്ന് വാങ്ങിയിട്ട് അവന് നിർബന്ധിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാ ഉസ്താദ് അറിഞ്ഞത്? ഞാൻ അതൊക്കെ അറിയും, ഉസ്താദിന് നല്ല കശ്ഫിന്റെ അറിവില്ലേ, ഉസ്താദിന് വലിയ വിലായത്തും മക്കാമും ഒക്കെ ഇല്ലേ. പ്രിയപ്പെട്ടവർ, എന്തായിരുന്നു സംഗതി എന്ന് വെച്ചാൽ, ആ മനുഷ്യൻ ജുമാക്ക് തൊട്ടു മുമ്പ് അതിൻ്റെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി കൊച്ചു മകനെ മരുന്നൊക്കെ വാങ്ങിയിട്ട് അവൻ ഐസ്ക്രീമിന് വേണ്ടി കരഞ്ഞിട്ട് ആ ഐസ്ക്രീം കൊടുക്കാതെ ഈ ഇഞ്ചക്ഷനും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രസംഗം കേൾക്കുന്നത്. അയാൾ വിചാരിച്ച് ഞാൻ അത് കണ്ടിട്ടാ പറയുന്നത്, പാവം ഞാനത് കണ്ടിട്ടാ പറയുന്നത്. എൻ്റെ മനസ്സിൽ എനിക്ക് അത് വലിയ മാറ്റം ഉണ്ടാക്കി. ഞാൻ പ്രസംഗിച്ചപ്പോൾ ഉണ്ടായ മാറ്റത്തെക്കാൾ കൂടുതൽ അനുഭവിച്ച ഒരു മനുഷ്യൻ, അല്ലേ, തൊട്ടു മുമ്പ് അനുഭവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം, ആ വസ്തുത പെട്ടെന്ന് ബോധ്യായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ രക്ഷിതാവിന്റെ മുമ്പിൽ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് കണ്ണീരിന്റെ സാന്നിധ്യത്തിൽ കരഞ്ഞു ചോദിക്കുന്നതൊന്നും അള്ളാഹു നിരാശപ്പെടുത്തി തള്ളിക്കളയുകയില്ല. ചിലപ്പോൾ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു നന്മയെ ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നീട് അള്ളാഹു തരും. കാത്തു നിൽക്കണം. അല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ല, അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഖുർആൻ പറഞ്ഞു. എപ്രകാരം പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ നമസ്കാരത്തിലൂടെ ദുആയിലൂടെ അള്ളാഹുവിനോട് സഹായം തേടണമെന്ന് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചോ, ഇതുപോലെ തന്നെ ഇസ്തഈനു ബിസ്സബ്രി, സബർ കൊണ്ടും സഹായം തേടാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ ദുആ ചെയ്തിട്ട് കാര്യങ്ങൾ സാധിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സിമ്പതി വാങ്ങിയെടുക്കണമെന്ന് സാരം. അള്ളാഹുവിന്റെ സിമ്പതി അങ്ങനെയാണല്ലോ. നമ്മൾ കുറേ സഹിച്ച് ക്ഷമിച്ച് ആ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മളോട് സിമ്പതി ഉണ്ടാകും, ഒരു പ്രത്യേക വാത്സല്യം തോന്നും. ആ വാത്സല്യത്തിലൂടെ നമ്മളുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നിലയിൽ നടത്തിത്തരും. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, എന്തിനാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കളെ ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചത്? അമ്പിയാക്കൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, അലാ ഇന്ന അശദ്ദൽ ബലാഇ അൽ അംബിയാഉ സുമ്മൽ അംസൽ ഫൽ അംസൽ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നൽകപ്പെടുന്നത് അമ്പിയാക്കൾക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾക്കാണ് ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ അമ്പിയാക്കളാണ്. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അള്ളാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്, ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. എല്ലാ രംഗങ്ങളിലും, ആരോഗ്യ പ്രശ്നങ്ങളിലാകട്ടെ, അല്ലെ, കുടുംബ പ്രശ്നങ്ങളിലാകട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളിലാകട്ടെ, പട്ടിണിയുടെയും പ്രാരാബ്ധത്തിന്റെയും കാര്യത്തിലാകട്ടെ, ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്ര വലിയ വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്ത് നിരത്തി വെച്ചിട്ട് ആ ബുദ്ധിമുട്ടിനോടൊപ്പം നമ്മുടെ ഹബീബായ മുത്തിന്റെ വിഷമങ്ങളെ ഒന്ന് ചേർത്ത് വായിക്കാൻ ശ്രമിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ ആരുടെയും ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നേരത്തെ പറഞ്ഞില്ലേ, കുറെ സുഖാനുഭൂതികളുടെയും ആഡംബരങ്ങളുടെയും വിഭവങ്ങളെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞില്ലേ? അതേപോലെ മറുഭാഗത്ത് ഈ വിഭവങ്ങളെയും വസ്തുക്കളെയും ഒക്കെ അള്ളാഹു തആല നമ്മളിൽ നിന്നും തിരിച്ചെടുക്കുകയും ആ രംഗത്ത് നമ്മളെ പരീക്ഷിക്കുകയും ചെയ്യും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ചിലപ്പോൾ അള്ളാഹു നമുക്ക് ഭയപ്പാട് തരും. അള്ളാഹു ചിലപ്പോൾ ഭയപ്പെടുത്തും നമ്മളെ. എങ്ങനെയൊക്കെയുള്ള ഭയമാണ്? ഭരണാധികാരികളെ കുറിച്ചിട്ടുള്ള ഭയപ്പാട്, കച്ചവടത്തിൽ വന്നുപോകാൻ സാധ്യതയുള്ള നഷ്ടത്തെ കുറിച്ചിട്ടുള്ള വെപ്രാളം, ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള വെപ്രാളം. ചില സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ആശുപത്രിയിൽ പോയി മെനക്കെട്ട് ആ ടെസ്റ്റ് നടത്തി, എല്ലാ ടെസ്റ്റും നടത്തി. എന്നിട്ട് അവർ വന്നിട്ട് ദ്വാരക്കണെന്ന് പറയാം. എന്തിനാ ദ്വാരക്കുന്നത്? എല്ലാ ടെസ്റ്റും നടത്തി, ഒരു കുഴപ്പമില്ലെന്നാ പറയും. പിന്നെ എന്തിനാ ബേജാറാവുന്നത്? അതൊരു ബേജാറാ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ ടെസ്റ്റും നടത്തി, ആടെ കാണിച്ചു, ഇവിടെ കാണിച്ചു, എല്ലായിടത്തും നടത്തി, ഒന്നുമില്ല എന്നാ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ബേജാറാവുന്നത്? അതൊരു ബേജാറാണ്. അതുവരെ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അള്ളാഹു പറയാ, രോഗം, ആ രോഗത്തെ കൊണ്ടുള്ള ഭയപ്പാട് എന്നല്ല, രോഗമുണ്ടോ എന്ന സന്ദേഹത്തിന്റെയും സംശയത്തിന്റെയും പേരിൽ മനുഷ്യനുണ്ടാകുന്ന ഒരു വെപ്രാളം. ഞാൻ സാധാരണ പറയാറുണ്ട്,
ആരോഗ്യരംഗത്ത് ഇങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശാസ്ത്രം വികസിച്ച് വരിക, വളർന്നു വരിക. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെ മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള ഓരോ ഉപകരണങ്ങൾ ആളുകൾ കണ്ടെത്തുക. അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ കണ്ടെത്തി. നല്ല കാര്യം തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ചുകളും കണ്ടുപിടുത്തങ്ങളും അതിനായി ഉണ്ടാക്കപ്പെടുന്ന എക്യുപ്മെന്റ്സുകളും ഒക്കെ പരാജയപ്പെടുമ്പം നമ്മുടെ ഡോക്ടർമാർ നമ്മളോട് അവസാനമായി പറയാറുണ്ട്, ഒന്നുമില്ല, ഇത് ടെൻഷനാണെന്ന് പറയാം. ടെൻഷൻ എന്താ സാധനം? ഇല്ലാത്തൊരു സാധനമാണ് ടെൻഷൻ. അത് എവിടെ നോക്കിയിട്ടും കിട്ടുന്നില്ല, ഒരു സ്കാനിങ്ങിലും കാണുന്നില്ല. ഒരു സ്കാനിങ്ങിലും കാണാത്ത ഇല്ലാത്ത ഒരു പ്രശ്നത്തിന്റെ പേരിൽ നമ്മളെ ഭയപ്പാടിന്റെ മുൾമുനയിൽ നിർത്തുക എന്നത് പടച്ചവന്റെ ഭാഗത്തുള്ള ഒരു വലിയ പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ ഭയപ്പാട്, മറ്റു ചിലപ്പോൾ പട്ടിണി, മറ്റു ചിലപ്പോൾ ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ. ഇങ്ങനെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു, പല നിലയിലുള്ള വരുമാന മാർഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ ഓരോ മാർഗങ്ങളും ഒന്നിനു പുറകെ ഒന്നായി അങ്ങ് അടഞ്ഞുപോയി, കൈവിട്ടുപോയി, നഷ്ടം വന്നുപോയി. അങ്ങനെ നഷ്ടം വരാനുള്ള സാധ്യത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമായി ഭവിക്കാൻ ഇടയുണ്ട്. അല്ലാഹു പറയാം. അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ആളുകൾ, നമ്മളുമായി അടുപ്പമുണ്ടായിരുന്ന, നമ്മളുമായി അങ്ങേയറ്റത്തെ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ചില ആളുകളുടെ അകാലത്തിലെ മരണം, പെട്ടെന്നുള്ള മരണം, നമ്മളെ വിട്ടുപോകൽ, അത് മനസ്സിന് താങ്ങാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ എല്ലാ വിഷമങ്ങളും ഹബീബായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയങ്കരരായ എത്ര ആളുകൾ തങ്ങളിൽ നിന്നും തങ്ങളുടെ ജീവിതകാലത്ത് മരണപ്പെട്ടു, അല്ലേ? ആ കൈകളെ കൊണ്ട് എത്ര മക്കളെ ഖബറടക്കി, എത്ര കൊച്ചുമക്കളെ ഖബറടക്കി, എത്ര പ്രിയങ്കരരായ പുതിയാപ്പിളയും മറ്റുമൊക്കെ കൈകൊണ്ട് ഖബറടക്കി. നമ്മൾ മദീന മസ്ജിദ് നബവിയുടെ പരിസരത്ത് ഒരു സഹോദരി തൻ്റെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇമാമിനെ കാത്തു നിന്നു. നമ്മുടെ പള്ളിയിലൊക്കെ നമ്മൾ നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോൾ ചില ആളുകൾ കാത്തു നിൽക്കാറില്ലേ, മറ്റ് മറ്റുകളുടെ കത്തുമൊക്കെയായി കൈപ്പിടിച്ചുകൊണ്ട്. അങ്ങനെ അവിടുത്തെ ഇമാമിനെ തൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് കാത്തു നിന്നു. വലിയ പ്രയാസമാണ് ഇമാമിനെ കാണുക എന്നുള്ളത്. ആ സ്ത്രീ കുറേ അധ്വാനത്തിൻ്റെയും കാത്തുനിൽപ്പിൻ്റെയും പര്യാവസാനത്തിൽ പ്രിയപ്പെട്ട ഇമാമ് പുറത്തേക്ക് വന്നപ്പോൾ കണ്ടുമുട്ടി. ആ ഇമാമിൻ്റെ അരികിലേക്ക് ഓടി ചെന്നിട്ട് ബുർക്കയുടെ ഉള്ളിൽ മൂടിയിട്ടിരുന്ന ആ സഹോദരി വാവിട്ട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന വിഷമങ്ങളുണ്ട്, എൻ്റെ വിഷമം എന്താ മാറാത്തത്? അങ്ങനെയാണ് നമ്മളൊക്കെ അടുത്ത ചോദ്യം, എൻ്റെ വിഷമം എന്താ മാറാത്തത്? എൻ്റെ വിളി എന്താ പടച്ചോൻ കേൾക്കാത്തത്? എൻ്റെ ദുആ എന്താ അല്ലാഹു ഖബൂലാക്കാത്തത്? പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണ് പെട്ടെന്ന് വന്ന് തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് വാവിട്ട് കരഞ്ഞ് ആവലാദികൾ ബോധിപ്പിക്കുമ്പോൾ ആരായിരുന്നാലും നമുക്കും പെട്ടെന്ന് വേദന വരില്ല, നമ്മളും കരഞ്ഞു പോകും. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കൊണ്ട് ആ സഹോദരിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എത്ര ആശ്വസിപ്പിച്ചിട്ടും അവൾ അടങ്ങുന്നില്ല. കാരണം അവൾക്ക് താങ്ങാനാകാത്ത ദുഃഖമുണ്ട്, താങ്ങാനാകാത്ത വിഷമങ്ങളുണ്ട്. കുറെ നേരം സംസാരിച്ചിട്ടും അവൾ അടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ മഹാനായ ഇമാം അവറുകൾ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഇമാമാണ്, പഴയകാല ചരിത്രമൊന്നുമല്ല, ഇമാം അവറുകൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ട വാക്കുകളിലൂടെ അഷ്റഫുൽ ഖൽക്കായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ നേരെ വിരൽ ചൂണ്ടി, അതിന്റെ തൊട്ടടുത്താണല്ലോ ഈ സംഭവം, റൗളയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, സഹോദരി, എന്താ നിന്റെ പേര്? ഫാത്തിമ. ഈ കിടക്കുന്ന നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു മകൾ ഫാത്തിമ. പെണ്ണെ, നിന്റെ ദുഃഖങ്ങളുടെയും വേദനകളുടെയും വിഷമങ്ങളുടെയും തീർത്താൽ തീരാത്ത ഈ ആവലാദികളുടെയും ലിസ്റ്റ് ഒരു ഭാഗത്ത് നീ മൊത്തത്തിൽ എഴുതി വെക്ക്. എന്നിട്ട് ഈ കിടക്കുന്ന നമ്മുടെ പ്രിയങ്കരായ മഹാത്മാവിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് അനുഭവിച്ച ദുഃഖങ്ങളോട് അതിനൊന്ന് താരതമ്യം ചെയ്തു നോക്ക്. മോളെ, നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാളും 100 കണക്കിന് ഇരട്ടി ദുഃഖങ്ങൾ സഹിച്ചവരാണ്. നിനക്ക് പട്ടിണിയാണ് പ്രശ്നമെങ്കിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭർത്താവ് മരിച്ചുപോയി, നോക്കി നടത്താൻ ആങ്ങളമാരുണ്ടായിരുന്നു, അവരെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണല്ലോ പരാതി. അങ്ങനെ ഓരോ പരാതികളും. പ്രിയപ്പെട്ടവളെ, പട്ടിണിയാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഈ കിടക്കുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ ജീവിച്ചിട്ട് പട്ടിണിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മാതൃക കാണിച്ചിട്ട് പോയതാണ്. തൊട്ടടുത്ത് അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ അന്തിയുറങ്ങുന്നുണ്ട്. അവിടെ പോയി ചോദിക്കൂ, അവരുടെ കുടിലിൽ, അവരുടെ വീട്ടിൽ അഷ്റഫുൽ ഖൽക്കിനോടൊപ്പം സുഖജീവിതം നയിച്ചിരുന്നപ്പോൾ അവർക്കുണ്ണാൻ എന്തുണ്ടായിരുന്നു, ഉടുക്കാൻ എന്തുണ്ടായിരുന്നു, കിടക്കാൻ എന്തുണ്ടായിരുന്നു, അവരുടെ കൂര എങ്ങനത്തതായിരുന്നു, അവരുടെ വീട് എങ്ങനത്തതായിരുന്നു. അവര് ആ നിലയിൽ ആരെയും ഉപദ്രവിക്കാതെ, ആരോടും ഇരക്കാതെ, ആരോടും ഒന്നും ചോദിച്ചു വാങ്ങാതെ
ആരുടെ മുമ്പിലും അവരുടെ അവശതകളും വിഷമങ്ങളും ഒന്നും പറയാതെ പിടിച്ചു നിൽക്കുമ്പോൾ പടച്ചവന്റെ ഭാഗത്തു നിന്നും പിന്നെയും പിന്നെയും പരീക്ഷണം വന്നില്ലേ? ഈ കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് ജീവിച്ചിരിക്കെ എത്ര മക്കളുടെ ദഫൻ ചെയ്യേണ്ടി വന്നു, എത്ര മക്കളെ ഖബറടക്കേണ്ടി വന്നു. കൊച്ചു കിടാങ്ങളെ കയ്യിൽ പിടിച്ച് ഖബറിടങ്ങളിലേക്ക് ഇറക്കി വെക്കേണ്ടി വന്നു. ആ ഉപ്പാപ്പയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ കണ്ണിലൂടെ വാവിട്ട് കരയുന്നതിന് പകരം ധാരധാരയായി കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങിയില്ലേ? പെങ്ങളെ, മോളെ, സഹോദരി, നമ്മളുടെ ദുഃഖങ്ങളൊക്കെ ദുഃഖം തന്നെയാണ്. നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാം. തീർച്ചയായും നമ്മുടെ ദുആ അള്ളാഹു പാഴാക്കൂല. അള്ളാഹു നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട്, സ്നേഹമുള്ളത് കൊണ്ട് എന്തെങ്കിലും ഖൈറിന്റെ പേരിൽ നമ്മളുടെ ദുആകൾ അല്പം താമസിപ്പിച്ചിട്ടാണെങ്കിലും പിന്നീട് അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയാനുള്ള വാചകങ്ങളാണിത്. നമ്മൾ ഓരോരുത്തരോടും സ്വന്തം പറയാനുള്ള, നമ്മളൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്കരരായ പല സഹോദരന്മാരോടും ആത്മാർത്ഥമായ നിലയിൽ പറഞ്ഞു കൊടുക്കാനുള്ള വാചകങ്ങളാണിത്. വബശ്ശിരി സാബിരീൻ, അഥവാ ഈ പറയുന്ന ഇടങ്ങളിലൊക്കെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഓരോന്ന് വരുമ്പോഴും സബർ ചെയ്യാൻ ശീലിച്ചാൽ, ക്ഷമിക്കാൻ ശീലിച്ചാൽ, പിടിച്ചു നിൽക്കാൻ ശീലിച്ചാൽ അതിൻ്റെ പിന്നിൽ വബശ്ശിരി സാബിരീൻ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ക്ഷമിക്കുന്നവർക്ക് മഹത്തായ ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ സന്തോഷ വാർത്ത വരിക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. ഒരാൾ കുറേ പ്രയാസങ്ങളോടുകൂടി, ബുദ്ധിമുട്ടുകളോടുകൂടി, ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ ദാരിദ്ര്യവും പ്രാരാബ്ദങ്ങളോടുകൂടി കഴിഞ്ഞുകൂടി അവസാനം അദ്ദേഹത്തിന്റെ മരണമാസന്നമായപ്പോൾ ആ മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് സഹതാപം രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണല്ലോ, പാവം, ഒന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ നമ്മൾ പറയാം പെട്ടെന്ന്, ഒന്നും ഉണ്ടാക്കിയില്ല, നല്ലൊരു പുരയെടുത്തില്ല, മക്കളെ ഒന്നും വായിച്ചില്ല, മക്കൾക്കൊന്നും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല, ജീവിതം മുഴുവൻ പ്രയാസമായിരുന്നു. രാവിലെ ഇറങ്ങും, തെരുവിലൂടെ നടക്കും, പണിയെടുക്കും, തൊഴിലെടുക്കും, കഷ്ടപ്പെടും. ശരിയാ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ആർക്കും ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല. ആരെയും ചീത്ത പറഞ്ഞില്ല, ആരെയും ഉപദ്രവിച്ചില്ല, ആരോടും ഒരു കടമകളും കടപ്പാടുകളും ബാക്കിയാക്കിയില്ല. ഇങ്ങനെ നല്ല മനുഷ്യനായി ജീവിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു, പ്രാരാബ്ദം ഉണ്ടായിരുന്നു. ശരിയാണ്, ആളുകൾ കൂടിയിരുന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് പാവം, ഒന്നും ഉണ്ടാക്കിയില്ല, ഒന്നും നേടിയില്ല, ഇതാ ഇപ്പം മരിക്കുകയാണ് എന്നിങ്ങനെ സഹതാപത്തോടെ പറഞ്ഞു. മരണാസന്നനായി കിടക്കുന്ന ആ മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നന്നായി പൊട്ടിച്ചിരിച്ചു, സന്തോഷത്തോടു കൂടി. ആർത്തട്ടഹസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകുന്ന എനിക്കറിയില്ല. അദ്ദേഹം നന്നായി പൊട്ടിച്ചിരി കേട്ടപ്പോൾ കൂടിയിരുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു. എന്താ ചിരിക്കുന്നത്? മരിക്കാൻ പോകുന്നതിൻ്റെ അവസാന നിമിഷത്തിൽ എന്താ ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വൃത്തികെട്ടവരുടെയും പിടിച്ചുപറിക്കാരുടെയും ലോകത്തു നിന്നും ഞാനങ്ങ് രക്ഷപ്പെട്ടു പോവുകയാണല്ലോ. സംഭവമാണ് കേട്ടോ, അല്ലാതെ കഥയല്ല. ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും വൃത്തികെട്ടവന്മാരുടെയും മ്ലേച്ഛന്മാരുടെയും ഇടയിൽ നിന്നും ഞാനങ്ങ് പോവുകയാണല്ലോ. സാദിഖീങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ നല്ല ദാസന്മാരോടൊപ്പം സ്വർഗവാസികളോടൊപ്പം ഇതാ ഞാൻ വരികയാണല്ലോ. ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം മരിച്ചു. എത്ര ഭാഗ്യവാനാണ് പ്രിയപ്പെട്ടവർ. ഇതുവരെ അദ്ദേഹം ഇവിടെ അനുഭവിച്ച പട്ടിണികളൊന്നും പാഴായില്ലല്ലോ, അധ്വാനങ്ങളൊന്നും പാഴായില്ലല്ലോ, ഒന്നും നഷ്ടമായില്ലല്ലോ. സന്തോഷത്തോടുകൂടി അങ്ങ് പോയില്ലേ? കാലാകാലത്തെ സുഖത്തിലേക്ക് അങ്ങ് പോയില്ലേ? നമ്മൾ സാധാരണ പറയാറില്ലേ, മഹാനായ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അടിമയാണ്. ശരീരം മുഴുവൻ നിങ്ങൾ ആ കുപ്പായം അഴിച്ചൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ചാട്ടവാറ് കൊണ്ട് അടികൊണ്ടതിന്റെ പാടുകൾ ഇപ്പോഴും ഉണ്ട് ആ ശരീരത്തിൽ. നാളെ പരലോകത്തെത്തിയാൽ നമുക്ക് കാണാം, ഇൻഷാ അല്ലാഹ്, അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ബിലാലിന്റെ മേനിയെ പൊതിഞ്ഞിരിക്കുന്ന വസ്ത്രം ഒന്ന് അഴിച്ചു നോക്കിയാൽ ആ ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് അടിച്ചതിന്റെ പാടുകളുണ്ട്. ചുട്ടുപഴുത്ത മണലിൽ മലർത്തിക്കടത്തിയപ്പോൾ വെന്തുരുകിയ മേനിയുടെ അവശിഷ്ടങ്ങൾ, അടയാളങ്ങൾ ശരീരത്തിൽ കാണാം. ചങ്ങലക്കിട്ട് പൂട്ടി ഉപദ്രവിക്കുമ്പോൾ ആ ചങ്ങലകൾ അവിടുത്തെ കൈകാലുകളിൽ തീർത്ത പാടുകൾ നമുക്ക് കാണാൻ കഴിയും. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴുപ്പട്ടിണിയാണ്. ആ പട്ടിണിയെ വിശേഷിപ്പിക്കാൻ നമുക്ക് വാക്കുകളൊന്നുമില്ല. അടിമയായ നിലയിൽ ജീവിച്ചു, ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ജീവിച്ചു. ജീവിതം മുഴുവനും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളുമായിരുന്നു.
പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ മുഹബ്ബത്തും സ്നേഹവും ഇത്തിബാഉം പൂർത്തിയാക്കി ജീവിതം നന്നായി, ജീവിതം ഉഷാറായി. അവസാനം അള്ളാഹുവിന്റെ ഹബീബില്ലാത്ത മദീനയിൽ താമസിക്കാൻ കഴിയാതെ മദീന വിട്ടങ്ങ് ഡമാസ്കസിൽ പോയി. ഡമാസ്കസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് പ്ലേഗ് രോഗം ബാധിച്ചു. ഇതിനെ ഏതൊക്കെ പറയുന്നത് അറിയോ? നമ്മൾ വിചാരിക്കണ്ട ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും സലഫു സാലിഹീങ്ങൾക്കും രോഗം വരാതിരിക്കുമോ? രോഗം വരും, വിഷമം വരും. പിന്നെ നമുക്ക് വരാണ്ടിരിക്കുമോ പ്രിയപ്പെട്ടവര്? നമ്മളെ പോലത്തെ സാധുക്കൾക്ക് രോഗം വരൂലേ? രോഗം വരും. ദാരിദ്ര്യം വരൂലേ? ദാരിദ്ര്യം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നില്ലേ? തങ്ങളുടെ കുടുംബത്തിന് വന്നില്ലേ? തങ്ങളുടെ സഹാബത്തിന് വന്നില്ലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ബിലാൽ മുഅദ്ദിന്റെയും ഒരു സഹിഹായ സംഭവം നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഒരു ദിവസം ബിലാൽ മുഅദ്ദിൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പൊതു മുസ്ലിമീങ്ങളുടെ അത്യാവശ്യത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് കടം വാങ്ങുമായിരുന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കടം വാങ്ങുമായിരുന്നു. അത് കടം കൊടുക്കുന്ന യഹൂദിയോടാണ് കടം വാങ്ങിയിരുന്നത്. യഹൂദിയോട് ഞാൻ കടം വാങ്ങും. അങ്ങനെ ഞാൻ കടം വാങ്ങിയ ആ സമ്പത്ത് അയാൾ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നുണ്ട്. തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റായി. നബിയെ, അദ്ദേഹത്തിന് കൊടുക്കാൻ വല്ല മാർഗമുണ്ടോ? തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കാൻ വല്ല മാർഗമുണ്ടോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. തങ്ങളുടെ കൈവശം ഇപ്പൊ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അത് സ്വന്തം കുടുംബത്തിന് ചെലവിന് കൊടുത്തതല്ല, മക്കളെ വായിക്കാൻ വേണ്ടിയിട്ട് കടമെടുത്തൊന്നുമല്ല, മക്കളെ കല്യാണത്തിന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തൊന്നുമല്ല. അത് ശരിക്കും ഓർമ്മ വേണം എല്ലാവർക്കും. അല്ലെങ്കിൽ എൻ്റെ വീട് വലിയ വീടാക്കി പണിയാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തതല്ല, കച്ചവടം ഉള്ളത് കൊണ്ട് പോരാഞ്ഞിട്ട് ഓടിയെടുത്തതല്ല, ബാങ്കിൽ നിന്ന് കടമെടുത്തതല്ല, അങ്ങനെയല്ലോ ഒന്നുമല്ല. പിന്നെയോ പൊതുസമൂഹത്തിൽ നിന്നും ആരെങ്കിലും വന്ന് തൻ്റെ ദാരിദ്ര്യത്തെ കുറിച്ചിട്ട് വിഷമം പറയുമ്പോൾ തങ്ങളുടെ വീടുകളിലേക്കൊക്കെ ആളയച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ഒന്നുമില്ലെന്ന് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ അങ്ങുന്നും ഇങ്ങുന്നുമൊക്കെ കടം വാങ്ങിയിട്ട് അനാഥയെ സഹായിച്ചതാണ് കേട്ടോ. അവശർക്ക് സഹായിച്ചതാണ്, മുസാഫിറുകളെ സഹായിച്ചതാണ്. അതിന്റെ പേരിൽ വന്ന കടം ബിലാൽ മുഅദ്ദിൻ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അയാൾ നിർബന്ധിച്ച് ചോദിക്കുന്നു, കൊടുക്കാൻ വല്ല മാർഗം? റസൂലുള്ളാഹി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിലാലെ കൊടുക്കാൻ ഒരു മാർഗവും ഇല്ലല്ലോ, ഒരു മാർഗവും ഇല്ല. നമുക്ക് നോക്കാം, ദുആ ചെയ്യാം, രാത്രിയിൽ അള്ളാഹുവിനോട് ചോദിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും ബിലാൽ ഇങ്ങനെ അരികിൽ വന്ന് നിന്നപ്പോൾ, ബിലാലെ, ഒരു മാർഗം ആയില്ലല്ലോ. എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? ഞാൻ പറയുന്നതെന്നാ അറിയോ? രോഗങ്ങൾ പ്രിയപ്പെട്ടവരെ നബിമാർക്ക് വന്നില്ലേ? ഔലിയാക്കൾക്ക് വന്നില്ലേ? സഹാബാക്കൾക്ക് വന്നില്ലേ? കടങ്ങൾ അവർക്ക് വന്നില്ലേ? കഷ്ടപ്പാടുകൾ അവർക്ക് വന്നില്ലേ? വീട്ടിൽ ചെന്ന് മക്കൾ ഇങ്ങനെ വിശന്ന് കരയുന്നത് കാണുമ്പോൾ അവിടെ ഇരിക്കാൻ നിർവാഹമില്ലാതെ അവര് പള്ളിയിൽ വന്ന് കടന്നില്ലേ? എന്താ ഈ സമയത്ത് പള്ളിയിലേക്ക് വന്നത്? ഒന്നുമല്ല, നമ്മളെ വിശപ്പ് നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ സഹിക്കാം. പക്ഷേ വീട്ടിൽ ചെന്നപ്പം കുഞ്ഞുമക്കൾ കരഞ്ഞ് വിശപ്പിന്റെ കടുപ്പം കൊണ്ട് ഉപ്പാനോട് എന്തെങ്കിലും ചോദിക്കുമ്പം ആ കരച്ചിൽ കാണാൻ കഴിയുന്നില്ല. ആരുടെ കാര്യം പറയുന്നത്? സഹാബാക്കളുടെ കാര്യമാണ്, താബിഈങ്ങളുടെ കാര്യമാണ്, ഔലിയാക്കളുടെ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരും, കഷ്ടപ്പാട് വരും, രോഗം വരും, ഇല്ലായ്മ വരും, ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ തളരണ്ട, ഉറച്ചു നിൽക്കണം, ക്ഷമിക്കണം, സഹിക്കണം, അള്ളാഹുവിനോട് സഹായം തേടണം. ഒരു നിലയിലും നമ്മൾ നന്മയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കണം, സബറോടുകൂടി ഉറച്ചു നിൽക്കണം. നമുക്ക് അള്ളാഹു സഹായം തരും. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരുടെ ചരിത്രം വായിക്കാൻ നോക്കിയാൽ ഇങ്ങനത്തെ കുറേ വിഷമതകളും പ്രയാസങ്ങളും, ആ വിഷമവും പ്രയാസവും ഒക്കെ തീർന്നിട്ട് സ്വസ്ഥമായി ഡമാസ്കസിന്റെ ഗവർണറായി ജീവിക്കുമ്പോഴാണ് പ്ലേഗ് എന്ന് പറയുന്ന മാരകമായ ഒരു രോഗം പിടിപെട്ടു. അദ്ദേഹം മരണത്തോടടുത്തു, മരിക്കാൻ കിടക്കുമ്പോൾ മരണാസന്നനായി കിടക്കുന്ന പ്രിയപ്പെട്ടവന്റെ അരികിൽ എല്ലാവരോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇരിക്കുന്നുണ്ട്. ഭാര്യ ഇരുന്നിങ്ങനെ കരയാണ്. എല്ലാവരും കരയുന്നു, ഭാര്യയും കരയുന്നു, എല്ലാവരും കരയുന്നു, ഭാര്യയും കരയുന്നു. ഭാര്യ കരയുമ്പോൾ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവർ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? അവർ പറഞ്ഞു, ഞാൻ എങ്ങനെ കരയാതിരിക്കും? എൻ്റെ പ്രിയതമൻ, എൻ്റെ പ്രിയങ്കരൻ, എൻ്റെ പ്രിയ ജീവിത സഖാവ് എന്നെ വിട്ടു പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു സാധാരണ ഭർത്താവല്ല അല്ലേ? ബിലാലിനെ ഭർത്താവായി കിട്ടിയ ആ പെണ്ണിന്റെ ഭാഗ്യം എത്ര വലിയ ഭാഗ്യമായിരിക്കും പ്രിയപ്പെട്ടത്, എത്ര വലിയ ഭാഗ്യമായിരിക്കും. നിങ്ങൾ അറിയോ, ഡമാസ്കസിൽ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരുടെ ഖബർ ഒന്ന് സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയി സന്ദർശിക്കണം. ഖബർ ഒന്ന് സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയി സന്ദർശിക്കണം. സന്ദർശിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ സഹിച്ച ത്യാഗത്തിന്റെ പേരിൽ അള്ളാഹു ഭൂമിയിൽ തന്നെ അദ്ദേഹത്തിന് കൊടുത്ത ആദരവും ബഹുമാനവും. അടിമയായിരുന്നു എന്നത് ശരിയാണ്. ശരീരം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അടയാളങ്ങൾ കാണാൻ കഴിയുന്നത് പീഡനങ്ങളുടെയും വേദനകളുടേതാണ് എന്നത് ശരിയാണ്.
പക്ഷെ ഇന്ന് ഡമാസ്കസിൽ മറമാടപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരുടെ ഖബറിടം നിങ്ങൾക്ക് സന്ദർശിക്കാൻ അവസരമുണ്ടെങ്കിൽ ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ ഖബറടക്കം ചെയ്യപ്പെടുന്ന മുസ്ലിം മയ്യത്തുകളും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മുഖം തിരിച്ചു വെക്കുമ്പോൾ കിബിലയ്ക്ക് നേരെ വരത്തക്ക നിലയിൽ. നമ്മുടെ നാട്ടിൽ വടക്ക് തലയും തെക്ക് കാലുമായിട്ടല്ലേ ഖബറടക്കുക, അല്ലേ? വടക്കും തെക്കും ഏതാൻ തിരിയുന്നില്ല, അല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നത്. വടക്ക് തലയും തെക്ക് കാലുമായിട്ടല്ലേ സാധാരണ നമ്മുടെ നാട്ടിൽ മയ്യത്ത് വെക്കാറുള്ളത്, അങ്ങനെയല്ലേ? ഏത് നാട്ടിൽ, ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ പോയി മുസ്ലിമീങ്ങൾ ഖബറടക്കം ചെയ്യപ്പെടുമ്പോഴും അങ്ങനെയാണ്. വടക്കോട്ടെന്നല്ല, പിന്നെയോ നമ്മൾ വലതുവശം ചരിഞ്ഞ് മുഖം ഖിബലയ്ക്ക് നേരെ തിരിയത്തക്ക നിലയിലാണ് എല്ലാ മയ്യത്തുകളെയും ഖബറടക്കാറുള്ളത്. അങ്ങനെയാണ് ഖബറടക്കുക. അങ്ങനെ അല്ലാത്തൊരു ഖബറും വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, അല്ലേ? ഒരു ഖബർസ്ഥാനിൽ പോയാൽ എല്ലാ ഖബറും ഒരേ ഡയറക്ഷനിലായിരിക്കും, ഒരേ ദിശയിലേക്കായിരിക്കും. അങ്ങനെയാണ്, സംശയമില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ ഇന്നും നമുക്ക് നേരിൽ കാണാൻ കഴിയുന്ന ഒരു അത്ഭുതമുണ്ട്. ഡമാസ്കസിൽ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു അവരുടെ ഖബറിടത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ബിലാലുൽ മുഅദ്ദിന്റെ ഖബറിന്റെ 4 ചുറ്റും കുറേ ഖബറുകളുണ്ട്. ആ ഖബറുകളൊന്നും തെക്ക് വടക്കായിട്ടല്ല, ഈ പറഞ്ഞ രീതിയിലല്ല. പിന്നെയോ, നമ്മൾ പണ്ട് കാലത്ത് സൂര്യൻ വരയ്ക്കാറില്ലേ? ഉണ്ടോ? സൂര്യൻ എന്ന് പറഞ്ഞാൽ ആദ്യം നടുക്ക് ഒരു ചെറിയ വട്ടമിടുക, ഒരു വൃത്തമിടുക, എന്നിട്ട് ആ വട്ടത്തിൽ നിന്നും കുറേ വരകൾ ഇങ്ങനെ വരച്ചിട്ട് ഇതാ സൂര്യൻ നമ്മൾ പറയാറില്ലേ? ഇതുപോലെയാണ് ഇന്ന് ഡമാസ്കസിൽ ബിലാലുൽ മുഅദ്ദിന്റെ ഖബറിടം നിങ്ങൾക്ക് കാണാൻ കഴിയുക. അവിടെ മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. എന്താ കാരണമെന്നറിയോ പ്രിയപ്പെട്ടവരെ? ജീവിച്ചപ്പോൾ അടിമയായിരുന്നു, ജീവിച്ചപ്പോൾ പട്ടിണിയിലായിരുന്നു, ജീവിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയും രാത്രിയിൽ കരയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവിച്ചപ്പോൾ അള്ളാഹുവിനെ അനുസരിച്ചു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു, സ്നേഹിച്ചു, ഇത്തിബാ ചെയ്തു. ജീവിതം മുഴുവൻ ശുദ്ധമായിരുന്നു. ജീവിതത്തിൽ ആരോടും ഒരു അക്രമം പ്രവർത്തിച്ചില്ല, ആരോടും ഒരു വൃത്തികേടും കാട്ടിയില്ല. നല്ല മനുഷ്യനായി ഭൂമിയിൽ നിന്നും ജീവിച്ച് മരിച്ച ആ മഹാനായ അടിമയെ അള്ളാഹു ഭൂമിയിൽ ആദരിച്ചത് എങ്ങനെയാണെന്നറിയോ? ഡമാസ്കസ് ഭരിച്ചിരുന്ന മുഴുവൻ രാജാക്കന്മാരും മരിക്കുമ്പോൾ അവരുടെ വസിയത്തിൽ ഇങ്ങനെ എഴുതുമായിരുന്നു: ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മയ്യത്ത് ബിലാലുൽ മുഅദ്ദിന്റെ കാലിന്റെ അടുത്ത് വെക്കണേ എന്ന് വസിയത്ത് എഴുതി വെക്കും. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മയ്യത്ത് ബിലാൽ മുഅദ്ദിന്റെ മേനിയോട് ഒട്ടിച്ചു വെക്കണേ എന്ന് വസിയത്ത് എഴുതും. രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാര് തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ ബഹുമതികളെക്കാളും ഏറ്റവും വലിയ ബഹുമതിയായി മഹാനായ സാക്ഷാൽ അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയ തോഴനായ ഈ അടിമയായ കറുത്തവനായ ഹബിഷിയായ മൂക്കുചപ്പിയവനായ ആഫ്രിക്കക്കാരനായ, എന്നാൽ അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നന്നായി അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ബിലാലിനോടുള്ള മുഹബ്ബത്തിന്റെയും ആദരവിന്റെയും പേരിൽ രാജാക്കന്മാര് അവരുടെ മയ്യത്തുകൾ ആ ബിലാലിന്റെ കാലിനോട് ഒട്ടി നിൽക്കാൻ ആശിച്ചു. റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. ഇത് കാണാൻ കഴിയുന്ന വസ്തുതയല്ലേ, സത്യമല്ലേ? അങ്ങനെ പിൽക്കാലത്ത് വന്ന് ഓരോ രാജാക്കന്മാരുടെ മയ്യത്ത് വെക്കുമ്പോൾ എല്ലാവർക്കും തെക്ക് വടക്ക് വെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബിലാലുൽ മുഅദ്ദിന്റെ ശരീരത്തോട് എങ്ങനെങ്കിലും ഒരു ടച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി അടക്കപ്പെട്ടിരിക്കുകയാണ് ഖബറുകൾ. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ സഹിച്ച ത്യാഗങ്ങളൊന്നും പാഴാവൂല. നമ്മൾ കടന്ന പട്ടിണികളൊന്നും പാഴാവൂല. നമ്മൾ ചെയ്ത ദുആകളൊന്നും അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും തള്ളപ്പെടുകയില്ല. അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് മഹാനായ ബിലാലുൽ മുഅദ്ദിന്റെ ചുറ്റുമിരുന്ന് പൊട്ടിക്കരയുന്ന ആളുകളോട്, പ്രത്യേകിച്ച് ഭാര്യയോട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു: നീ കരയാണല്ലേ, ഞാൻ ചിരിക്കുകയാണ്, ഞാൻ സന്തോഷത്തിലാണ്. എന്താ സന്തോഷം എന്നറിയോ? ഗദൻ നൽഖാ മുഹമ്മദൻ വഅസ്ഹാബ. ഞാൻ കുറെ കാലമായി ഈ ദുഷിച്ച ദുനിയാവിൽ നിന്നും, ഈ വൃത്തികെട്ട ദുനിയാവിൽ നിന്നും, ഈ സുഖലോലുപതയുടെ ദുനിയാവിൽ നിന്നും എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിട്ട് എൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം, തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബകളോടൊപ്പം അവര് കഴിയുന്ന സ്വർഗലോകത്തേക്കൊന്ന് മാറി താമസിക്കാൻ ഞാൻ ആശിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ്, എനിക്കിപ്പോൾ അവസരം കിട്ടിയല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പര്യാവസാനം ഉണ്ടായാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. ഇങ്ങനത്തെ ഒരു ആഖിബത്തുണ്ടായാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. നമ്മൾ സഹിക്കുന്ന ത്യാഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഫലപ്പെടുകയായി. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയണം, ആഖിറത്തിലേക്ക് തിരിയണം, സ്വർഗത്തെക്കുറിച്ചിട്ട് അറിയണം, പഠിക്കണം, സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം. നരകത്തെക്കുറിച്ചിട്ട് നമ്മൾ അറിയണം, നരകത്തിന്റെ അദാബിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. റമളാൻ നമുക്ക് അതിനുവേണ്ടി തന്നതാണ്. സ്വർഗത്തിലേക്ക് പോകാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ നല്ല അടിമയാകാൻ, ഫായിസീങ്ങളിൽ പെടാൻ, മഖ്ബൂലീങ്ങളിൽ പെടാനൊക്കെയാണ് അള്ളാഹു നമുക്ക് പരിശുദ്ധ റമളാനിനെ തന്നത്. അതുകൊണ്ട് റമളാനിൽ നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ സൽക്കർമ്മങ്ങളും ശീലിക്കണം.
ഒപ്പം നമ്മൾ സബറും ശീലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൽഗുണങ്ങളോടുകൂടി സൽക്കർമ്മങ്ങളോടുകൂടി ഈ പരിശുദ്ധ റമദാൻ അനുകൂല സാക്ഷിയാകുന്നവരിൽ നമ്മൾ ഒക്കെപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അമലെ സാലിഹാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് അള്ളാഹു നമുക്ക് സന്തോഷം തരുമാറാകട്ടെ. അള്ളാഹു തആല അവസാനം നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ.